മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇതെന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യ അലങ്കൃതി. മലയാള വ്യാകരണത്തിലെ ഉൽപ്രേക്ഷ എന്ന അർത്ഥാലങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് താനല്ലയോ ഇതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസും BJPയും മാറിയ കാഴ്ചയാണ് മറ്റത്തൂരിലും മറ്റിടങ്ങളിലും കണ്ടത്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെയല്ല, ഇന്നത്തെ BJP തന്നെയാണെന്നാണ് മറ്റത്തൂരിലെ കോൺഗ്രസ്സുകാർ മറ്റിടങ്ങളിലെ കോൺഗ്രസ്സുകാർക്ക് പുതിയ പാഠം പകർന്നു നൽകുന്നത്. അരുണാചലിലും ത്രിപുരയിലുമടക്കം BJP നടപ്പാക്കിയ ഓപ്പറേഷൻ ലോട്ടസിൻ്റെ ചെറുപതിപ്പാണ് മറ്റത്തൂരിൽ കണ്ടത്. ഭരണം പിടിക്കാൻ BJPക്കാർ തന്നെ ജയിക്കണമെന്നില്ല, കോൺഗ്രസ്സുകാർ ജയിച്ചാൽ മതിയെന്ന സൂത്രവാക്യം മറ്റത്തൂരിൽ പ്രയോഗത്തിലായി. BJPയും SDPIയും അടക്കമുള്ള എല്ലാ വർഗീയ കക്ഷികളുമായും സഖ്യത്തിലേർപ്പെട്ട് ഏതുവിധേനയും ഭരണത്തിലെത്തിയാൽ മതി എന്നത് പഴങ്കഥയാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒന്നാകെ BJP ആയി മാറുന്ന മ്ലേച്ഛതയുടെ രാഷ്ട്രീയമാണ് ശരിയെന്ന് അവർ പറയുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്തെന്ന് മറ്റത്തൂർ നമുക്ക് കാട്ടിത്തരികയാണ്. BJPയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ പോകുമെന്ന് പറഞ്ഞ നേതാക്കളുടെ പാർട്ടിയിൽ നിന്ന് ഇതിനപ്പുറം എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് KV അബ്ദുൽ ഖാദർ, കോൺഗ്രസ് നേതാവ് റോണി കെ ബേബി, BJP നേതാവ് പ്രിന്റു മഹാദേവ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവരാണ്. സ്വാഗതം 4 പേർക്കും. ശ്രീ റോണി കെ ബേബി, ഒരുപക്ഷെ മറ്റത്തൂരിലെ ആ 8 മെമ്പർമാർക്ക് കൈപ്പത്തി ചിഹ്നം നോക്കിയായിരിക്കണം അവിടുത്തെ വോട്ടർമാർ വോട്ട് ചെയ്തത്. ആ മെമ്പർമാർ ആദ്യത്തെ ചതി ചെയ്തത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോടല്ല, അവിടെ വോട്ട് ചെയ്ത ആ ജനതയോടാണ്. എന്തൊരു രാഘവത്തോടു കൂടിയാണ് വളരെ കൃത്യമായി തന്നെ BJPക്കൊപ്പം ചേരുന്നത്. BJP എന്ന പാർട്ടിയായി കോൺഗ്രസ്സുകാർ മാറുന്ന ആ മ്ലേച്ഛത എങ്ങനെ നിങ്ങൾ ജനങ്ങൾ അഭിമുഖീകരിക്കും? മറ്റത്തുകാരോട് എന്താണ് പറയാനുള്ളത്? ഇവിടെ അങ്ങ് ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടി മൊത്തമായി BJPയിൽ ചേർന്നത് അരുണാചൽ പ്രദേശിലും മേഘാലയയിലും ഒന്നുമല്ല, അങ്ങ് ബംഗാളിലാണ്. CPMന്റെ ഓഫീസുകൾ സഹിതം ഇരുട്ടി വെളുത്തപ്പോൾ BJP ആയി മാറി. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇവിടെ ഇപ്പോൾ മറ്റത്തൂര് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് CPMന് ഇത്ര വിഷമം എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായി പറയാം. 25 വർഷമായി CPM അടക്കി ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്താണ് മറ്റത്തൂര്. 2010 22 18 സീറ്റ്, 2015 22 15 സീറ്റ്, 2020 13 സീറ്റ്. അത് 2025 വന്നപ്പോഴത്തേക്കും 25 വർഷമായി CPM അടക്കി ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. അവിടെ ഭരണം നഷ്ടപ്പെട്ടിട്ടും ജനവികാരം ശക്തമായി എതിരാണെന്ന് അറിഞ്ഞിട്ടും ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് തങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത് എന്ന് അഡ്മിറ്റ് ചെയ്യുവാൻ പോലും തയ്യാറാകരുന്ന CPM അവിടെ കോൺഗ്രസ് വിമതരായി മത്സരിച്ച് ജയിച്ച, കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച് അവിടെയുള്ള കോൺഗ്രസിന്റെ അംഗങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യാൻ തയ്യാറായി രാവിലെ എത്തിയ ഔസേപ്പിനെ നിങ്ങൾ പണം കൊടുത്തും അല്ലാതെയും പ്രലോഭിപ്പിച്ച് സ്വാധീനിച്ച് സമ്മർദ്ദത്തിൽപ്പെടുത്തി CPMന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അവിടെയുള്ള കോൺഗ്രസ്സുകാർ, അവിടെ രണ്ടാമത് വന്ന റിബൽ സ്ഥാനാർത്ഥി അത് എന്ന് പറയുന്നത് ടെസ്സി ജോസഫ് കല്ലറക്കൽ, കോൺഗ്രസ്സുകാരായിട്ടല്ല, അവർ അന്തസ്സായിട്ട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാജിവെച്ച് ഒറ്റ ആവശ്യമുള്ളൂ അവിടുത്തെ ജനങ്ങൾ. ഇത് ജനങ്ങളുടെ ആഗ്രഹം CPMനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അത്രമാത്രം ആരോപണങ്ങളായിരുന്നു CPMനെതിരെ. അവർ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാജിവെച്ച് അവരൊറ്റക്കെട്ടായി ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന, കോൺഗ്രസിന്റെ റിബലായി മത്സരിച്ച ടെസ്സി ജോസഫിനെ പ്രസിഡന്റായി അവിടെ തെരഞ്ഞെടുത്ത് അവിടെ വിജയിപ്പിച്ചു. അപ്പോൾ തുടങ്ങിയ CPMന്റെ അസ്വസ്ഥത. ഇവിടെ ധാർമ്മികതയെ കുറിച്ച് സംസാരിക്കുമെങ്കിൽ ആദ്യം CPM സംസാരിക്കേണ്ടത് കോൺഗ്രസ് അവിടെ വിജയിപ്പിച്ച, കാരണം അവിടെ പ്രാദേശികമായി അവിടെ ആ മറ്റത്തൂർ പഞ്ചായത്തും DCCയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ 3 സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേരിട്ട് കൈപ്പത്തി ചിഹ്നം നൽകിയത്. ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിച്ചത് അവിടുത്തെ പഞ്ചായത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തന്നെയാണ്. അവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവർ തന്നെ പ്രാദേശികമായി തീരുമാനിച്ച സ്ഥാനാർത്ഥി. അപ്പോൾ ഈ ടെസ്സി ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഔസേപ്പ് ആണെങ്കിലും അവരെല്ലാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ചു വന്നതാണ്. അപ്പോൾ കോൺഗ്രസിനെ, ഒരു കോൺഗ്രസ് അംഗത്തെ കൂട്ടുമാറ്റി അധാർമികമാക്കി അവിടെ CPM പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചപ്പോൾ അവിടുത്തെ ജനവികാരം CPMന് എതിരാണ് എന്ന് മനസ്സിലാക്കി അവര് എടുത്ത ഒരു നിലപാട്. അല്ലാതെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നില്ല, അതിലുള്ള ഒറ്റ ഒരാൾ പോലും BJPയിൽ ചേർന്നിട്ടില്ല. അങ്ങ് തെളിയിക്ക്. അവരിപ്പോഴും സ്വതന്ത്രരായി നിൽക്കുക. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവരിപ്പോഴും ഒരു പാർട്ടിയിലും ചേരാതെ സ്വതന്ത്രരായി നിൽക്കുക. അവരിപ്പോഴും പറയുന്നുണ്ട്
അങ്ങനെ ഒരു പാർട്ടിയിലും ചേരാതെ നിന്നവരെ അല്ല മറ്റത്തൂരുകാർ വോട്ട് ചെയ്തത്. മറ്റത്തൂരിൽ 8 മെമ്പർമാർക്ക് വോട്ട് ചെയ്യുകയും ചെയ്തത്. നിങ്ങൾ കണ്ടെത്തുന്ന ന്യായങ്ങൾ ഏതായാലും ജനത്തിന് ദഹിക്കുന്നതല്ല. രാവിലെ താങ്കളുടെ അതേ വാദങ്ങൾ തന്നെയാണ് വി.ഡി. സതീശൻ പറയുന്നത്. ശ്രീ കെ.വി. അബ്ദുൽ ഖാദർ, ഇപ്പോൾ ഈ റോണി കബീബ് പറഞ്ഞ് താങ്കൾ കേട്ടിട്ടുണ്ടാകണം, ഒരു കാരണവശാലും CPM അധികാരത്തിൽ എത്തരുത്, അതിനുവേണ്ടി എടുത്ത ഒരു തന്ത്രം മാത്രമാണ്. പണം കൊടുത്ത് അധാർമികമായി നിങ്ങൾ അവിടെ ചില നീക്കുപോക്കുകൾ നടത്തി, അതാണ് അവിടെ കലാശിച്ചത്. ആ മെമ്പർമാർ BJP-ക്കൊപ്പം ചേരേണ്ടി വന്ന സാഹചര്യം അതാണെന്നാണ് വളരെ ലളിതമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ല, അതായത് കോൺഗ്രസ് ചെന്നുപെട്ടിട്ടുള്ള ഏറ്റവും അപമാനകരമായൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു വിശദീകരണം നൽകാനില്ലാത്തതുകൊണ്ട് നേരത്തെ സംസാരിച്ച വ്യക്തി ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് മറ്റത്തൂർ പഞ്ചായത്തിനെ കുറിച്ചോ അവിടെ നടന്ന ഡീലിനെ കുറിച്ചോ അറിയായികയാലല്ല, പക്ഷേ സതീശൻ നേരത്തെ കളിച്ചതുപോലുള്ള പൊട്ടങ്ങളി കളിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കേരളത്തിൽ കോൺഗ്രസും LDF-ഉം ഒക്കെ പരസ്പരം മത്സരിച്ചിട്ടുണ്ട്. ചിലയിടത്ത് UDF ജയിച്ചിട്ടുണ്ട്, ചിലയിടത്ത് LDF ജയിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടമാണ്. ആ രാഷ്ട്രീയമായ പോരാട്ടം വിട്ട് LDF-നെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ BJP-യുമായിട്ട് പരസ്യമായി കൂട്ടുചേരും എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് ഇത് മുഖ്യമന്ത്രി തുറന്നു കാണിച്ചത്. അതിലാണ് ഇവർക്ക് അസ്വസ്ഥത. യഥാർത്ഥത്തിൽ മറ്റത്തൂർ പഴയ വടകര ബേപ്പൂർ മോഡൽ സഖ്യത്തിൻ്റെ ഒരു പുതിയ കാല അവതരണമാണ്, ഒരു പുതിയ കാല രൂപമാണ്. എന്തുകൊണ്ട് കോൺഗ്രസ്സിന് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം വിട്ട് ഞങ്ങൾ BJP-യുടെ അംഗങ്ങൾക്കൊപ്പം പോവില്ല? അതല്ലേ അവർ പറയേണ്ടിയിരുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ ഈ ഡീല് നേരത്തെ ആസൂത്രണം ചെയ്ത് ഉറപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ കൃത്യമായിട്ട് പറയാം കണക്ക്. മറ്റത്തൂർ പഞ്ചായത്തിൽ ആകെയുള്ള 24 വാർഡിൽ 14 വാർഡിലും ഈ പറഞ്ഞ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. എങ്ങനെയാണ് 3-ാം സ്ഥാനത്ത് പോയത്? അത് BJP-യെ ജയിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ഇന്ത്യയിലെ വലിയ BJP വിരുദ്ധ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന വാർഡിൽ കോൺഗ്രസ്സിന് കിട്ടിയ വോട്ടുകൾ ഞാനൊന്ന് വായിച്ചോട്ടെ. മൂലകുടം വാർഡ് 71 വോട്ട്, കടമ്പോട് 199, കുരിച്ചൽ 58 വോട്ട്, ചെമ്പൂച്ചിറ വാർഡ് 63 വോട്ട്, വെള്ളിക്കുളങ്ങര വാർഡ് 108 വോട്ട്, നടിപ്പാറ വാർഡ് 64 വോട്ട്, നൂലുവള്ളി വാർഡ് 44 വോട്ട്. BJP ജയിച്ച 3 വാർഡിലും കോൺഗ്രസ്സിന് 100-ൽ താഴെ വോട്ടാണുള്ളത്. ഇനി തിരിച്ച് UDF ജയിച്ച വാർഡുകളിലെ BJP വോട്ടുകൾ നോക്കാം. മുരിക്കുന്നൽ വാർഡ് 66 വോട്ട്, കൊടുങ്ക വാർഡ് 146 വോട്ട്. സത്യത്തിൽ ഇലക്ഷന് മുമ്പേ തന്നെ ഈ ഡീല് നടന്നിരുന്നു. ഇന്ന് ഇതിൽ പരം തെളിവുകൾ വേണോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഡീല് നടത്തിയിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ അടിത്തറയുള്ള ആ പഞ്ചായത്തിൽ 10 വാർഡിൽ LDF ജയിച്ചു. ഇതല്ലേ സത്യം? ആ 10 വാർഡിൽ LDF ജയിച്ച് നേരത്തെ ഉണ്ടാക്കിയ ഈ പറഞ്ഞ പരസ്പര ക്രോസ് വോട്ടിങ്ങിന് ശേഷവും LDF ജയിച്ചു. അപ്പോൾ വി.ഡി. സതീശനും നേരത്തെ കോൺഗ്രസ്സിന് വേണ്ടി സംസാരിച്ച വ്യക്തിയും ഈ കണക്കുകളെക്കുറിച്ച് സംസാരിക്കണം. ഞാൻ ഈ കണക്കുകൾ വെച്ചാണ് സംസാരിച്ചത്. ആ പഞ്ചായത്തിൽ നടത്തിയ ഈ ഡീല് യഥാർത്ഥത്തിൽ പിന്നെ ഒരു അവിശുദ്ധമായ സഖ്യത്തിൻ്റെ ഏറ്റവും ശക്തമായ തെളിവാണ്. അവിടെ മാത്രമല്ല, പലയിടത്തുമുണ്ട്. മറ്റത്തൂർ മോഡൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പുതിയ സഖ്യം തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസും BJP-യും തുല്യ ഇതിൽ വന്ന പഞ്ചായത്താണ് പാറളം പഞ്ചായത്ത്. പാറളം പഞ്ചായത്തിൽ BJP-യെ പ്രസിഡൻ്റാക്കി എങ്ങനെയെന്നറിയോ? കോൺഗ്രസിൻ്റെ അംഗം വോട്ട് പിന്നെ കളഞ്ഞു, അപ്പോൾ BJP ജയിച്ചു. ഇതല്ലേ യാഥാർത്ഥ്യം? ഇങ്ങനെ ഒരു പാർട്ടി ഞങ്ങളാണ് BJP-യെ നേരിടാൻ ശക്തം എന്ന് കേരളത്തിൽ മുഴുവൻ നടന്ന് പെരുമ്പറയടിച്ച് ചില ആളുകളെങ്കിലും അതിൽ വിശ്വസിച്ചിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ ഇവരുടെ നഗ്നമായ ഈ അവിശുദ്ധ സഖ്യം ഇങ്ങനെയൊക്കെയാണ് പുറത്തു വരുന്നത്. 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യും. BJP സഖ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ DCC പ്രസിഡന്റ് എന്താ പറഞ്ഞത്? വിപ്പ് നൽകിയിരുന്നു എന്നാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ തന്നെ ഈ വിമത നേതാക്കൾ എന്താ പറയുന്നത്? അങ്ങനെ വിപ്പൊന്നും DC പ്രസിഡന്റ് നൽകിയിട്ടില്ല എന്നാണ്.
ആര് പറയുന്നതാണ് ശരി? സത്യത്തിൽ ഇവർ ഒളിച്ചു കളിക്കുകയല്ലേ, ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ? കൃത്യമായൊരു രാഷ്ട്രീയം കോൺഗ്രസ്സിന് BJPക്ക് എതിരായിട്ട് യഥാർത്ഥത്തിൽ സംസാരിക്കാനുണ്ടോ? മറ്റത്തൂരിൽ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണെന്ന് കഴിയുക? കോൺഗ്രസ് ചിഹ്നത്തിൽ ജയിച്ച 8 ആളുകൾ ഒരു ദിവസം രാവിലെ അങ്ങോട്ട് ആകാശത്ത് നിന്ന് പൊട്ടി വീണ പോലെ ഞങ്ങളിതാ രാജിവെക്കുന്നു, ഏതെങ്കിലും ഒരാളായിട്ട് തീരുമാനിച്ച കാര്യമാണോ? 8 പേരും ഒന്നിച്ച് തീരുമാനമെടുക്കുന്നു, എന്നിട്ട് BJP സഖ്യത്തിൽ ചേരുന്നു. അല്ല, ഇതല്ലേ യാഥാർത്ഥ്യം? ഇതിനെ എങ്ങനെയാണ് KPCCയും UDF നേതൃത്വവും വിശദീകരിക്കുന്നത് എന്നറിയാൻ ജനങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. ഏത് തരത്തിലും BJPയുടെ ലാവണത്തിലേക്ക് പോകാൻ ഒരു മടിയുമില്ല കോൺഗ്രസ്സിന് എന്ന് വ്യക്തമാക്കുന്ന എത്രയെത്ര സംഭവങ്ങളാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ നയം ഇപ്പം നിങ്ങൾ നോക്കൂ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണല്ലോ. തിരുവനന്തപുരം നഗരസഭയിൽ എന്താ സ്ഥിതി? BJP ജയിച്ചാലും വേണ്ടില്ല, ഇടതുപക്ഷം തോൽക്കണം, ഇതായിരുന്നല്ലോ നിലപാട്. ഏതാണ്ട് 28 വാർഡുകളിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 28 വാർഡുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയി. അവരുടെ വോട്ട് BJPക്ക് പ്ലസ് ചെയ്തു. അതല്ലേ യാഥാർത്ഥ്യം? ഇവർക്ക് എന്ത് രാഷ്ട്രീയ മര്യാദയാണുള്ളത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തെ MP കോൺഗ്രസിൻ്റെ MP അല്ലേ? BJP വിരുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇവിടെ നേരത്തെ സംസാരിച്ച സുഹൃത്തിനോട് ഞാൻ ചോദിക്കുന്നു, കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവായിട്ടുള്ള ശശി തരൂർ BJPയുടെ നേതാവിനെ കുറിച്ച് സ്തുതിയുമായിട്ട് നടക്കല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ മുഖ്യമന്ത്രിയെക്കുറിച്ചൊരു നല്ല കാര്യം പറഞ്ഞാൽ അവനെ പിടിച്ച് പുറത്താക്കുമല്ലോ. തുടർച്ചയായി ഒരു തവണയല്ല, ഒരു എഴുത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു പോയിട്ട് സംഭവിച്ചതല്ല, വളരെ ബോധപൂർവം നിരന്തരമായി ഇന്ത്യയിലെ BJP ഭരണകൂടത്തെ പരസ്യമായി ന്യായീകരിക്കുന്ന ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസ്സിനകത്ത് വളരെ ഭദ്രമായിട്ടിരിക്കുകയാണ്. എന്നിട്ടാണ് നിങ്ങൾ BJP വിരുദ്ധ വർത്തമാനം വാചകമടി. അബ്ദുൽ ഖാദർ, അത് തന്നെ താങ്കൾ അവതരിപ്പിച്ച കണക്കുകൾ തന്നെ എല്ലാം പറയുന്നുണ്ട്. BJP ജയിച്ച വാർഡുകളിൽ കോൺഗ്രസിൻ്റെ വോട്ട് എത്രയാണ്, കോൺഗ്രസ് ജയിച്ച വാർഡുകൾ BJPക്ക് കിട്ടിയ വോട്ടുകൾ. പ്രിൻറ്റു മഹാതാവ്, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പഴയ നിങ്ങളുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരള ഭരണം പിടിക്കും. അതെങ്ങനെയാണ് പിടിക്കുക എന്നുള്ളത് മറ്റത്തൂർ നമുക്ക് കാട്ടി തരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഭരണം പിടിക്കാൻ നിങ്ങൾ ജയിക്കേണ്ടതില്ല, കോൺഗ്രസ്സുകാർ ജയിപ്പിച്ചുകൊള്ളും, കോൺഗ്രസ്സുകാർ അവിടെ മത്സരിക്കും, ജയിക്കും, നിങ്ങൾ ഭരണം പിടിക്കുക. അതാണോ അവിടെ നടന്നത് മറ്റത്തൂരിലെ? അല്ല, മറ്റത്തൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ BJPയുടെ നിലപാട് വളരെ കൃത്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 25 വർഷമായിട്ട് മറ്റത്തൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. CPMന്റെ വികസന മുരടിപ്പിനെതിരെ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ അമർഷമുണ്ട്. നേരത്തെ നമ്മുടെ കോൺഗ്രസ് മന്ത്രി സൂചിപ്പിച്ചല്ലോ, ഒരു കാലഘട്ടത്തിൽ CPMന് 23 വാർഡിനകത്ത് 18 സീറ്റുകൾ വരെ കിട്ടിയിരുന്നു. എന്നാൽ ഇത് CPM നിൽക്കുന്നത് 10 സീറ്റിനകത്താണ്. അവിടെ ഏത് വിധേനയും ഭരണം പിടിക്കാനുള്ള CPMന്റെ കുതിര കച്ചവട തന്ത്രം അവിടെ അവിടുത്തെ കൗൺസിലറും അവിടുത്തെ വാർഡ് മെമ്പർമാരും എല്ലാവരും കൂടി ചേർന്ന് അതിനെ പൊളിച്ചു. അതിന്റെ അരിശമാണ് ഇപ്പൊ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഖാദർക്കാക്ക് അടക്കമുള്ള ആളുകൾക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു കോൺഗ്രസ്സുകാരനും ഒരു പിന്തുണയും കൊടുത്തിട്ടില്ല. ഞങ്ങൾ കൃത്യമായിട്ട് അവിടെ പിന്തുണ കൊടുത്തത് ആർക്കാണ്? അവിടെ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണ കൊടുത്തത് സ്വതന്ത്രയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങളെയാണ് സത്യത്തിൽ കോൺഗ്രസിന്റെ ഈ പറയുന്ന ആളുകൾ, കോൺഗ്രസ്സുകാരായിരുന്ന ആളുകൾ അങ്ങനെ വേണമെങ്കിൽ പറയാം, ഞങ്ങളെയാണ് സമീപിച്ചത്. ഞങ്ങൾ അതിനകത്ത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇലക്ഷന് മുമ്പ് യാതൊരു തരത്തിലുള്ള ഭാന്തവും കോൺഗ്രസുമായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വളരെയധികം സ്വന്തമായിട്ട് പിടിക്കാൻ വേണ്ടി പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു മറ്റത്തൂർ. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അതിന് സാധിച്ചില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് അവിടെ ഒരു കുതിര കച്ചവടത്തിന് CPM വീണ്ടും ഭരണത്തിൽ കടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് സ്വാഭാവികമായിട്ട് ഈ കോൺഗ്രസിന്റെ മുൻ പ്രതിനിധികളായിട്ടുള്ള മെമ്പർമാർ ജയിച്ച 8 പേർ ഞങ്ങളെ സമീപിക്കുന്നു. 8+9 പേർ ഞങ്ങളെ സമീപിക്കുന്നു. ഞങ്ങളെ സമീപിച്ച സമയത്ത് സ്വാഭാവികമായി ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഇത്രയുണ്ടോ, ഞങ്ങളുടെ പോളിസി എന്ന് പറഞ്ഞത് കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് തന്നെയാണ്. ആ പോളിസിക്ക് എതിരായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ രേഖാമൂലം നിങ്ങൾ കോൺഗ്രസിൽ നിന്നുള്ള അംഗത്വം രാജിവെച്ചിട്ട് DCCക്ക് നിങ്ങൾ കത്തയച്ചു. അങ്ങനെ കത്തയച്ചതിന് ശേഷം സ്വാഭാവികമായിട്ട് ഞങ്ങൾ പിന്തുണയ്ക്കുന്ന കാര്യം ഞങ്ങൾ പരിഗണിക്കാം. അതാണ് ഞങ്ങൾ ചെയ്തത്. അല്ലാതെ ഞങ്ങൾ എവിടെയാണ് കോൺഗ്രസ്സുകാരെ അവിടെ പിന്തുണച്ചിട്ടുള്ളത്? അതായത് ജനഹിതത്തെ അട്ടിമറിക്കാനുള്ള CPMന്റെ ശ്രമത്തെ ഞങ്ങൾ ജനങ്ങളുടെ ഹിതം നോക്കിക്കൊണ്ട് ഞങ്ങൾ അതിനെ പരിഹരിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഞങ്ങൾ ഈ ഭരണത്തിൽ പങ്കാളിയല്ല.
ഞങ്ങൾ പ്രശ്നാധിഷ്ഠിതമായിട്ട് അവിടുത്തെ മുന്നണി സംവിധാനത്തിന് ജനഹിതത്തിന് ഞങ്ങൾ അവിടെ വോട്ട് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്തോ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കമുള്ള സ്ഥാനങ്ങളിലൊന്നും ഞങ്ങൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള പിന്തുണയാണ്. രണ്ട് മുന്നണി സംവിധാനങ്ങളോടുള്ള ജനങ്ങളുടെ നിലപാട്, ആ നിലപാടിനകത്ത് കോൺഗ്രസിൽ ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല എന്നുള്ള ഞങ്ങളുടെ നിലപാട്, ജനഹിതത്തിന് വേണ്ടിയിട്ടാണ് പാർട്ടി BJP ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. അല്ലാതെ ഒരു കുതിരക്കച്ചവടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ യെസ്, അട്ടിമറിക്കോ അത് തന്നെയാണ് ഒരു പ്രിന്റു പറഞ്ഞതും നേരത്തെ റോണി കെ ബേബി പറഞ്ഞതും ഒരേ സ്വരത്തിൽ തന്നെയാണ്. പലപ്പോഴും ഞാൻ ഇന്ന് ഈ ചർച്ച തുടങ്ങുന്ന അവസരത്തിൽ ഞാൻ ആലോചിച്ചു, രണ്ടുപേരെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടതുണ്ടോ, BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധിയെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടതുണ്ടോ, ഒരാളെ വിളിച്ചാൽ പോരെ? ശ്രീ റോണി കെ ബേബി, പ്രിന്റു മഹാദേവ് പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. നിങ്ങൾ അവരെയാണ് സമീപിച്ചത്. രണ്ടുപേരുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, LDF ഭരണത്തിൽ വരരുത്, പഞ്ചായത്ത് ഭരണത്തിൽ വരരുത്. അതിനുവേണ്ടി നിങ്ങൾ ഇലക്ഷന് മുമ്പ് നീക്കുപോക്കുകൾ നടത്തി. അതിൻ്റെ കണക്കുകളാണ് നേരത്തെ KV അബ്ദുൽ ഖാദർ ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. അതിനുശേഷവും അവിടെ ധാരണ ആയതിനു ശേഷവും വലിയ തരത്തിൽ തിരിച്ചടി ഏറ്റപ്പോൾ പിന്നീടുള്ള ധാരണയാണ് രാജിവെച്ചു. BJP പറഞ്ഞ ചില കാര്യങ്ങൾ പറയുന്നു, രാജിവെച്ച് വരൂ, നിങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ നൽകാം. രണ്ടുപേർക്കും ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. നിങ്ങൾ വഞ്ചിച്ചത് കേരളത്തിലെ ജനതയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പോലെയുള്ള മൂല്യമർത്ഥായ രാഷ്ട്രീയത്തെയാണ്, മറ്റത്തൂരിലെ ജനതയാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് റോണി കെ ബേബി പറഞ്ഞത് വളരെ മറ്റെന്തോ കാര്യമാണല്ലോ. വളരെ കൃത്യമായ കാര്യങ്ങൾ. നിങ്ങൾ BJPയെ സമീപിച്ചു, അവർ സഹായിച്ചു. LDFനെ പൊളിക്കാൻ വേണ്ടിയിട്ട് BJPക്കാരായ നിങ്ങൾ മാറി. അത് തന്നെയാണ് പ്രിന്റു പറഞ്ഞത്. നിങ്ങൾ രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടത്. ഏതെക്കാളും എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് സഖാവ് അബ്ദുൽ ഖാദർ, അദ്ദേഹം മറ്റത്തൂർ പഞ്ചായത്തിലെ ചില കണക്കുകൾ പറയുണ്ടായി. ഏതെങ്കിലും അവിടെയൊക്കെ കോൺഗ്രസിന് 150, 160, 80, 90 ഒക്കെ വോട്ടുകളുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ, അങ്ങ് പരിശോധിക്കണം. മണ്ണാർക്കാട് നഗരസഭയിൽ 1-ാം വാർഡായ കുന്തിപ്പടിയിൽ CPMന്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എത്രയാ? ഒറ്റ വോട്ട്. എന്നിട്ട് എന്നാ സംഭവിച്ചതറിയോ? ആ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലെ വോട്ട് ചെയ്ത പാർട്ടിയുടെ സഖാവായിട്ടുള്ള ഹനീഫയെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ഒരു വോട്ട് മാത്രമേ കിട്ടുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല, അല്ലാതെ ഞാനും കൂടെ എന്റെ വോട്ട് കൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് കൊടുക്കുമായിരുന്നത്. ആ CPM ആണ് ഇവിടെ വന്ന് പറഞ്ഞ് ഇരിക്കുന്നത് കോൺഗ്രസും പിന്നെ BJPയുമായിട്ട് ഡീലാണ് അത്രേ, കോൺഗ്രസും BJPയുമായിട്ട് കച്ചവടം അത്രേ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റേ, എന്നിട്ട് അവരുടെ കണ്ണിലെ കരട് എടുത്തു മാറ്റാൻ വേണ്ടി ശ്രമിക്കേ. കേരളത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് നടത്തിയ SDPയുമായിട്ടും വെൽഫെയർ പാർട്ടിയുമായിട്ടും നിങ്ങൾ മതവർഗീയ സംഘടനകളെന്ന് നിങ്ങൾ ആരോപിക്കുന്ന സംഘടനകളുമായി നിങ്ങൾ നടത്തിയ ഡീല്, മണ്ണാർക്കാട് നഗരസഭയിൽ CPMന്റെ വോട്ട് BJPക്ക് മറിച്ചതിന്റെ എത്ര കണക്കുകൾ, ഞാനതുകൊണ്ട് ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞത്. കുന്തിപ്പുഴ വാർഡ് അങ്ങ് പരിശോധിക്ക്. അവിടെ ആ ബ്രാഞ്ച് കമ്മിറ്റിയിലെ 4 അംഗങ്ങൾ വോട്ട് ചെയ്തു. 1-ാം വാർഡായിട്ടുള്ള കുന്തിപ്പുഴയിലെ 4 അംഗങ്ങൾ, ആ 4 അംഗങ്ങൾ അരിവാൾ ചുറ്റി നക്ഷത്രത്തിലാണ് വോട്ട് ചെയ്യുന്നത്. അവര് ചെയ്തത് വെൽഫെയർ പാർട്ടിയുടെ പിന്നെ സ്ഥാനാർത്ഥിക്കാം. ഇതുപോലെ കേരളത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ജനവികാരം എതിരാണെന്ന് മനസ്സിലാവുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള പാറ്റേണുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ അരൂർ പഞ്ചായത്തിന് ഇവിടെ BJP അധികാരത്തിൽ മാറ്റി നിർത്താൻ വേണ്ടി UDF LDF ധാരണ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കല്ലിയൂർ പഞ്ചായത്ത്, അവിടെ BJPയെ മാറ്റി നിർത്താൻ വേണ്ടി ഇവിടെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അത് പത്തനംതിട്ട ജില്ലയിലെ അരൂർ പഞ്ചായത്ത് ആയിക്കോട്ടെ, തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയൂർ പഞ്ചായത്ത് ആയിക്കോട്ടെ, അവിടെ എല്ലാ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി UDF LDF വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഒരു ധാരണ അടിസ്ഥാനത്തിലല്ല. ഇത് തന്നെയാണ് മറ്റത്തൂര്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, പാർട്ടി കോട്ടയാണ്, CPMന്റെ കോട്ടയാണ്. കഴിഞ്ഞ 25 വർഷമായി CPM അടക്കി ഭരിക്കുന്ന പഞ്ചായത്താണ്. ഇതുകൊണ്ടാണല്ലോ നിങ്ങളുടെ സീറ്റുകൾ ജനവികാരം എതിരായത് കൊണ്ടാണ് നിങ്ങളുടെ വോട്ടുകൾ ഇങ്ങനെ ക്രമാതീതമായി കുറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ 18 സീറ്റ് ഉണ്ടായിരുന്നത് 15ആയി, 13ആയി, 10 സീറ്റായി. അവിടെ ജനവികാരമായിരുന്നു. ആ ഭരണസമിതിക്കെതിരെ, CPMന്റെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വലിയ അഴിമതി ആരോപണങ്ങൾ, മാലിന്യ സംസ്കരണം ഉൾപ്പെടെ അവിടെ അഴിമതി പണം കൈപ്പറ്റുന്നു എന്ന ആരോപണം ഉൾപ്പെടെ വലിയ ജനവികാരം അവിടെ ഉണ്ടായപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അല്ല, ഞാനൊരു ചോദ്യം മറുപടി, താങ്കളുടെ ഈ പറഞ്ഞതിന് മറുപടി പറയേണ്ടത് KV അബ്ദുൽ ഖാദറാണ്. ഈ ജനവികാരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ജനവികാരം LDFനെതിരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മത്സരിക്കേണ്ട കാര്യമില്ലായിരുന്നു. BJP തന്നെ മത്സരിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾ മറ്റിടങ്ങളിൽ വോട്ട് മറിച്ച് കൊടുത്ത പോലെ എന്തിനാണ് ഇത്ര റിസ്ക് എടുക്കാൻ നിൽക്കുന്നത്? ആ ജനവികാരത്തിന്റെ നിങ്ങൾ പറഞ്ഞ പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേൺ അനുസരിച്ച് പോവുകയാണെങ്കിൽ എന്തിനാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്? KV അബ്ദുൽ ഖാദർ അദ്ദേഹം പറഞ്ഞ മണ്ണാർക്കാട് അടക്കമുള്ള കാര്യങ്ങൾ താങ്കൾക്കൊന്ന് വിലയിരുത്താവുന്നതാണ്. അല്ല, കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടി BJPക്കും SDPIക്കും വെൽഫെയർ പാർട്ടിക്കും എതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസ് അങ്ങനെയാണോ? കോൺഗ്രസ് കേരളത്തിൽ ആരൊക്കെയായിട്ടാണ് കൂട്ടുചേരുന്നത്? എൻ്റെ സുഹൃത്തെ, താങ്കൾ ഈ നാട്ടിലെ രാഷ്ട്രീയമൊന്നും അറിയില്ലേ? ചൊവ്വന്നൂർ പഞ്ചായത്തിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ SDPIയുമായിട്ട് കൂട്ടുകൂടി.
DCC പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ പുറത്താക്കും, നിങ്ങൾ രാജിവെക്കണമെന്ന് പറഞ്ഞു. ഒരു രാജിയും വെച്ചിട്ടില്ല, തുടരുകയാണ്. പലയിടത്തും അങ്ങനെയാണ്. കുമരകത്ത് നിങ്ങളും വർഗീയ ശക്തികളും തമ്മിൽ കൂട്ടുകെട്ട്, പലയിടത്തും BJPയുമായിട്ട് സഖ്യം, ചിലയിടത്ത് SDPIയുമായി സഖ്യം, കേരളം ആസകലം ജമാഅത്തെ ഇസ്ലാമിയുടെ പിൻബലം. ഇതല്ലേ യാഥാർത്ഥ്യം? ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് വർഗീയ വിരുദ്ധ രാഷ്ട്രീയം പറയുന്നു? ഇപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ച എൻ്റെ സുഹൃത്ത് പ്രിൻറ്റുവും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ഒരേ സ്വരത്തിലല്ലേ സംസാരിക്കുന്നത്? BJPയെ CPIMനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ ഞങ്ങൾ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്വതന്ത്രനെ പിന്താങ്ങി ഒന്നിച്ചു, എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. ഇത് കേരളത്തിൽ ഏത് പഞ്ചായത്തിൽ ഏത് മുന്നണിക്കും ചെയ്യാവുന്ന കാര്യമല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ ഇവിടെ കേരളത്തിൽ കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് ചിലയിടത്ത് BJPക്ക് പിന്നെ പഞ്ചായത്ത് ഭരണം കിട്ടിയിട്ടുണ്ടാവാം, തിരിച്ച് ചിലയിടത്ത് ഇപ്പോൾ കോൺഗ്രസ്സിനെ വോട്ട് ചെയ്യണം എന്നുള്ള നിലപാട് വന്നു. ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ കൃത്യമായി ഇവർ മറുപടി പറയേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാക്കിയ അവിശുദ്ധ സഖ്യം ആണല്ലോ ഈ പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്, സ്വതന്ത്രർക്കല്ല. എൻ്റെ കയ്യിൽ എൻ്റെ രേഖയുണ്ട് മിസ്റ്റർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച വാർഡുകളിലാണ് നിങ്ങളുടെ അവസ്ഥ. ഞാൻ പറയട്ടെ, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മൂലംകുളം വാർഡ് ശ്രീ CC ബിജുവാണ് CPIM സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 718 വോട്ട്. അവിടെ BJP രണ്ടാം സ്ഥാനത്ത് വന്നു. ഹരി പള്ളത്തേരി, അദ്ദേഹത്തിന് 685 വോട്ട്. കോൺഗ്രസിൻ്റെ വോട്ട് എത്രയാണെന്നറിയോ? ജിജു കിറ്റിക്കൽ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ പ്രധാനപ്പെട്ട വോട്ടുകൾ മറിച്ചു കൊടുത്ത ശേഷം കോൺഗ്രസിൻ്റെ വോട്ട് ഓൺലി 71. ഇത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണോ? INC സ്ഥാനാർത്ഥിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണ് ഈ കളി. മറ്റൊരാൾ കടമ്പോട് വാർഡ് PS അംബുജാക്ഷൻ, CPIMന് കിട്ടിയത് 782 വോട്ട്. അവിടെ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് എത്ര? 525. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുരളീധരൻ വെട്ടിയാട്ടിൽ INC ആണ്, സ്വതന്ത്രനല്ല. കിട്ടിയ വോട്ട് വെറും 199. ഈ വാർഡുകളിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും കണക്കും എനിക്ക് പറയാൻ പറ്റും, ഞാനത് പറയുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ 10 സീറ്റ് LDFന് കിട്ടിയെന്ന് പറയുമ്പോൾ ബാക്കി കോൺഗ്രസ്സിന് കിട്ടിയ സീറ്റിൽ BJPയുടെ പിൻബലം, BJPക്ക് കിട്ടിയ സീറ്റിൽ ഇപ്പുറത്തുനിന്ന് പ്ലസ്, അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും പ്ലസ് ചെയ്തുകൊണ്ടാണ് ഇവർ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. എന്നിട്ടും LDFന് 10 സീറ്റ് കിട്ടി. സമ്മതിക്കാൻ പാടില്ല. ഇതായിരുന്നു ഈ മറ്റത്തൂർ മോഡൽ സഖ്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഇത് വെള്ളരിക്കപ്പെട്ടനാണോ ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച 8 പേർ ഒന്നിച്ച് രാജിവെക്കുന്നത്? ഇത് നേതൃത്വം അറിയാതെ നടക്കുമോ? എന്നിട്ട് ആരെ പറ്റിക്കാനായി ന്യായീകരണം നടത്തുന്നത്? ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സഖ്യമില്ലെന്നാണ് ശ്രീ പ്രിൻറ്റു പറയുന്നത്. എന്താണ് സാർ? കോൺഗ്രസിൻ്റെ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അറിയുന്ന ആളുകളുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കോൺഗ്രസുമായിട്ടല്ല എന്ന് പറയും. നിങ്ങൾ ആരുമായിട്ടാണ് ചർച്ച നടത്തിയത്? ചന്ദ്രൻ കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവല്ലേ? എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്ന ആളല്ലേ? അവിടെ നാഗേഷും ചന്ദ്രനും ഒക്കെ തമ്മിൽ നടത്തിയ ചർച്ച ആരും അറിയില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഇതൊക്കെ നാട്ടിൽ പാട്ടാണ്. അപ്പോൾ മറ്റത്തൂർ മോഡൽ സഖ്യം എന്ന് പറയുന്നത് നേരത്തെ ത്രിപുരയിൽ ഉണ്ടാക്കിയത് ഇതേ സംവിധാനമാണ്. മറ്റു പലയിടത്തും ഉത്തരേന്ത്യയിൽ ചെയ്തിട്ടുള്ള ഇതേ സഖ്യമാണ്. കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറുകയും സംഘ് പരിവാരത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് മാറുകയും ചെയ്തു. ഈ നാട്ടിൽ പലയിടത്തും കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. കേരളത്തിലേക്ക് BJPയെ സഹായിക്കാൻ വേണ്ടി പലയിടങ്ങളിലും കോൺഗ്രസ് ചെയ്യുന്ന നിലപാടുകൾ ഇതൊക്കെയാണ്. ഇടതുപക്ഷ വിരുദ്ധത നിരന്തരമായി പറയുകയും കർട്ടന് പുറകിൽ BJPയുമായിട്ടും SDPIയുമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും ഒക്കെ സഖ്യം ഉണ്ടാക്കുക. ഇത്രയും അവിശുദ്ധമായിട്ടുള്ള, ഇത്രയും അരാഷ്ട്രീയമായിട്ടുള്ള വൃത്തികെട്ട നിലപാടുകൾ സ്വീകരിച്ച ഒരു പാർട്ടി കോൺഗ്രസ് അല്ലാതെ മറ്റാരാ ഉള്ളത്? കോൺഗ്രസ്സിന് CPIMനെതിരായിട്ട് സംസാരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? സതീശൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നത് ഞാൻ കേട്ടു, ഞങ്ങൾ ജയിച്ചു നിൽക്കുകയാണ്, അതുകൊണ്ട് തോറ്റ മുഖ്യമന്ത്രി
തോറ്റ പിന്നെ ഭരണകക്ഷി സംസാരിക്കാൻ പാടില്ല. ഞങ്ങൾ ഈ നാട്ടിൽ കേരളത്തിലെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ ഞങ്ങൾക്ക് തോൽവി സംഭവിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ അടിത്തറ ശക്തമാണ്, വളരെ ശക്തമാണ്. ഞാൻ പറയട്ടെ, തൃശ്ശൂർ ഇപ്പോൾ പ്രിൻറ്റുവിൻ്റെ നേതാവായിട്ടുള്ള BJPയുടെ നേതാവ് ശ്രീ സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂർ പാർലമെൻറ്റിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ചത് എത്ര ലക്ഷം വോട്ടാണ്? 4,12,000 വോട്ടാണ്. ഇപ്പോഴോ 2,34,993 വോട്ടായിട്ട് BJP താഴേക്ക് പോയി. ഞങ്ങൾ 3,37,000 നിന്ന് 4,40,600 വോട്ടിലേക്ക് ഉയർന്നു. 1,02,000 വോട്ടിൻ്റെ വർധനവ് ഞങ്ങൾക്ക്. BJPക്ക് ഏതാണ്ട് ഈ പറഞ്ഞ വോട്ട് 1.5 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഇടിവ്. കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തായിരുന്നു, ഇപ്പോൾ അവർ 2-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾ ഈ വോട്ടിംഗ് പ്രക്രിയ ചില തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ തോറ്റു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞങ്ങളുടെ അടിത്തറ ഭദ്രമാണ് എന്നീ കണക്കുകൾ ഒരുപക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കള്ളി ആ ചെമ്പ് തെളിയുക തന്നെ ചെയ്യും. ഈ സുരേഷ് ഗോപി അടക്കം നേരത്തെ നമുക്കറിയാം കലുങ്ക് ചർച്ച നടത്തിയ സ്ഥലങ്ങളിലേക്ക് അമ്പെ പരാജയപ്പെട്ടത് കണ്ടതാണ്. പ്രിന്റുവിലേക്ക് മടങ്ങി വരാം. ഈ മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ കൂടി ചേരുകയാണ്. M. ജയചന്ദ്രൻ, ഒരുപക്ഷേ നേരത്തെ ഈ താങ്കൾ ചർച്ചയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും ഇവർ രണ്ടുപേരും പറഞ്ഞത് ഒരേ സ്വരത്തിലാണ്. ഏത് വിധേനയും LDFിൻ്റെ ആ ഭരണം അവിടെ അവസാനിപ്പിക്കണം, അതിനുവേണ്ടി ജനവികാരം എതിരായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പാറ്റേൺ പരീക്ഷിച്ചു എന്ന് തന്നെയാണ് റോണി കെ ബേബി പറഞ്ഞത്. ആ സഹായം അഭ്യർത്ഥിച്ച് കോൺഗ്രസ് വന്നപ്പോൾ ഞങ്ങൾ സഹായിച്ചു എന്ന് പ്രിൻറ്റു മഹത BJP പ്രതിനിധി പറയുകയും ചെയ്തു. ഏതായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ ഒരു മോഡൽ കൂടി, മറ്റത്തൂർ മോഡൽ, CJP കോൺഗ്രസ് ജനതാ പാർട്ടി എഴുതി ചേർത്തിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയാണ് കേരളത്തിൽ ഇനി നിലനിൽക്കാൻ പോകുന്നത്? വളരെ കൃത്യമായി തന്നെ മറ്റത്തൂർ എന്ന് പറയുന്ന ജനതയോട് എന്താണ് ഇനി കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ളത്? ഒരുപക്ഷേ ഈ മ്ലേച്ഛമായ രാഷ്ട്രീയം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? BJP എന്താണ് ചെയ്യാൻ പോകുന്നതിൻ്റെ കൃത്യമായ സൂചനയല്ലേ അത് മറ്റത്തൂർ നമ്മൾ കണ്ടത്? നിശ്ചയമായും സിജു, പിന്നെ ഇവര് കോൺഗ്രസ് പ്രതിനിധിയും BJP പ്രതിനിധിയും എന്തു തന്നെ പറഞ്ഞാലും ഇപ്പോ പിന്നെ KV അബ്ദുൽ ഖാദർ പറഞ്ഞല്ലോ, CPM ജില്ലാ സെക്രട്ടറി ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. എനിക്ക് മറ്റത്തൂർ ഇഷ്യൂവിൽ കൂട്ടിച്ചേർക്കാനുള്ളത് മറ്റൊരു തെളിവാണ്, ഒരു തെളിവ് രേഖ. അത് ഞാനിവിടെ വായിക്കുകയാണ്. ഈ തെളിവ് രേഖ എന്ന് പറയുന്നത് 27-ാം തീയതി, അതായത് ഇന്നലെ ജോസഫ് ടാജറ്റ് എന്ന DCC പ്രസിഡന്റിന് ഈ രാജിവെച്ച ആൾക്കാർ 8 പേര് എഴുതിയ കത്താണ് ഞാനിവിടെ വായിക്കുന്നത്. ആ കത്തിൽ ഇങ്ങനെ പറയുന്നു: ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ്, തൃശൂർ DCC പ്രിയ പ്രസിഡന്റ്, പാർട്ടി നേതൃത്വം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോടും പ്രവർത്തകരോടും കാണിച്ച നീതികേടിൽ പ്രതിഷേധിച്ച് താഴെ പറയുന്ന പഞ്ചായത്ത് മെമ്പർമാരായ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു. 8 പേരുടെയും പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ആ പേരോടെ ഞാൻ വായിക്കാം. 1 മിനിമോൾ ബ്രാക്കറ്റിൽ മിനി ടീച്ചർ, 2 ശ്രീജ ടീച്ചർ, 3 സുമ ആന്റണി, 4 അക്ഷയ് സന്തോഷ്, 5 പ്രിൻഡോ പള്ളിപ്പറമ്പൻ, 6 സിജി രാജേഷ്, 7 സിബി പൗലോസ്, 8 നൂർജഹാൻ നവാസ്. മറ്റത്തൂർ 27/12/2025. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ കോൺഗ്രസ് പ്രതിനിധിയായ നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർക്ക്? എന്തെങ്കിലും പറയാനുണ്ടോ? അതോ പ്രിന്റ് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ സംഭവിക്കും, സാധാരണ സംഭവിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ ഒഴിയാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇത് കോൺഗ്രസിലെ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് BJPയുമായി ഇവർക്ക് വേണ്ടി 8 പേർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഡീലാണെന്നേ. അതിന് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കത്താണെന്ന് ഞാനിപ്പോ വായിച്ചത്. എത്രയാണ് മറഞ്ഞത് എന്നുള്ളത് തുറന്നുള്ള ദിവസങ്ങൾ പുറത്തു വരാൻ പോവുകയാണെന്നേ. ഇത് ചെറിയ കാര്യമൊന്നും അല്ല സിജു ഇത് കാണിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവവുമല്ല കേട്ടോ. ഈ പിന്നെ കോഴിക്കോട് ജില്ലയിൽ ഈ നീക്കുപോക്കുകളുണ്ട്, UDF BJP ആയിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട്. എന്തിനാ മലപ്പുറത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കോട്ടയത്തുണ്ട്, എത്ര സ്ഥലങ്ങളിൽ ഓരോന്നും എടുത്തു പറയാൻ തുടങ്ങിയാൽ എനിക്ക് മാത്രം
സമയം തന്നതിന് തികയില്ല. അത്രത്തോളം ഉണ്ട്. ലിസ്റ്റ് തന്നെ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഈ ഡീല്. എന്നിട്ട് ആരെ പറ്റിക്കാനാണ് ഇത് പറയുന്നത്? പച്ചയ്ക്ക് പറഞ്ഞോളൂ, ഞങ്ങൾ കോൺഗ്രസും BJPയും തമ്മിൽ ധാരണയായി എന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾക്ക് ഇതൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് സാർ. അതിന്റെ രേഖയും കൂടെ പുറത്തു വരികയാണ്. ആ രേഖയാണ് ഞാൻ തന്നത്. വേണമെങ്കിൽ അയച്ചു തരികയും ചെയ്യാം. അപ്പൊ എന്ത് പറഞ്ഞാണ് നിങ്ങൾ ഇനി ഇവിടെ ഈ മീൻ പിടിക്കാൻ ഇറങ്ങുന്നത്? കലക്കവെള്ളത്തിൽ വെള്ളം കലക്കി മീൻ പിടിക്കാനാണല്ലോ ശ്രമിച്ചത്. അത് പക്ഷേ ഇതിന്റെ ഉള്ളിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തെളിഞ്ഞു വന്നു. ഇടയ്ക്ക് ആരോ പറയുന്നത് കേട്ടോ ത്രിപുരയുടെ ഇഷ്യൂ. ത്രിപുരയിൽ കോൺഗ്രസ് ഒന്നാകെ BJPയിലേക്ക് മറിഞ്ഞൊരു ചരിത്രം ഞാൻ പറയണമെന്ന് പറയാം കേട്ടോ. കൃത്യമായി വരി തെറ്റാതെ ഓരോ വർഷവും തെറ്റാതെ ഞാൻ പറയാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന CPMന്റെ മേലേക്ക് കുതിര കയറാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഇന്ത്യയിലെ വർത്തമാനകാല രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് BJP ജനാധിപത്യത്തിന്റെ പേരിൽ നടത്തുന്ന ജനാധിപത്യ ധ്വംസനങ്ങളാണ്. അടിയന്തരാവസ്ഥ പഴി പറയുന്നവർ ആധുനികവും വ്യാജവുമായ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്ന സംസ്ഥാനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് അവർക്ക് മുമ്പേ ഞങ്ങൾക്ക് പോകണം എന്നുള്ള നിലയിലാണ് കോൺഗ്രസ്. ഈവൻ കർണാടകയിൽ പോലും യലഹങ്കയിൽ വഴിയാധാരമാക്കിയത് 3000 കുടുംബങ്ങളെയാണ്. ഏതാണത് ഓർപ്പിക്കുന്നത്? സഞ്ജയ് ഗാന്ധിയുടെ കമ്മീഷൻ വിമർശിച്ച കാര്യമില്ലേ? ഡൽഹിയിലെ അടിയന്തരാവസ്ഥ കാലത്ത് 7 ലക്ഷം കുടുംബങ്ങളെ ഒഴിപ്പിച്ച, ഒറ്റ യാത്ര കൊണ്ട് ഒഴിപ്പിച്ച ഒരു വലിയ മഹാപാതകം. അതിന്റെ തനിയാവർത്തനമാണല്ലോ യലഹങ്കയിൽ കണ്ടത്. 3000 കുടുംബങ്ങളെ ഒറ്റയടിക്ക് ഒഴിപ്പിച്ചു വിട്ടു. അപ്പം BJPക്കാരും മിടുക്ക് കാണിക്കണം ജനവിരുദ്ധതയിൽ, തങ്ങളുടെ ഈ ഡിക്റ്റേറ്റർഷിപ്പിൽ. ഇതാണല്ലോ കോൺഗ്രസ് ഭരണം കിട്ടുന്ന സ്ഥലത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ജനാധിപത്യത്തിൽ നിന്നും പുതിയതല്ല എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റും. ഇപ്പൊ ജനങ്ങൾക്ക് പുതിയതാണെന്നേ. ഇപ്പൊ KV അബ്ദുൽ ഖാദർ ജില്ലാ സെക്രട്ടറി മാത്രമല്ല, CPMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമാണല്ലോ. അവരുടെ സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കുന്ന ദിവസവുമാണല്ലോ ഇന്ന്. ഉണ്ടായി സതീശൻ പറഞ്ഞെന്താണ്? CPMനെ കൊണ്ട് പരാജയം സമ്മതിപ്പിക്കാനാണ് അത്ര പാട്. ഗോവിന്ദ മാഷ് ഉൾപ്പെടെ 14-ാം തീയതി മുതൽ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല പരാജയത്തിനെ പറ്റി. പക്ഷെ എന്താണ് കോൺഗ്രസിനും BJPക്കും വേണ്ടത്? അത് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ സ്വാഭാവികമാണ്. രാഷ്ട്രീയ കക്ഷികൾക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവും. അത് നടപ്പാക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതൊക്കെ നടത്തിക്കൊള്ളൂ. അത് നടത്താനൊന്നും നമുക്ക് ആർക്കും പറയാൻ അവകാശമില്ല. നിങ്ങൾ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ള പോലെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ മറ്റത്തോർ കാണിച്ച ഈ പരിപാടി എന്ന് പറയുന്നത് നഗ്നമായ ജനാധിപത്യ വിരുദ്ധതയാണ്. ജനങ്ങളെ ഇളിഭ്യരാക്കുന്ന, വോട്ട് ചെയ്ത് ജനങ്ങളെ ഇളിഭ്യരാക്കുന്ന നടപടിയാണ് ഈ കത്തിലൂടെ, ഞാൻ വായിച്ചല്ലോ ആ കത്തിലൂടെ കാണിക്കുന്നത്. എന്താണ് പറയാൻ കഴിയുക നിങ്ങൾക്കിതിന് എന്നുള്ളത് നിങ്ങൾ പറയുക. അപ്പൊ ഞാൻ കേൾക്കാം. ചന്ദ്രൻ, റോണിക്ക ബേബി തന്നെ ആദ്യം എന്തായാലും മറുപടി പറയേണ്ടതുണ്ട്. പിന്റു മഹാദേവനോട് അടക്കം താങ്കൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് റോണിക്ക ബേബി, നിങ്ങളെന്തിനാണ് BJPക്ക് പഠിക്കുന്നതെന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ യലഹങ്കയിലെ കർണാടകയിലെ അടക്കം വിഷയങ്ങൾ. നിങ്ങളുടെ സഖ്യകക്ഷിയായ ലീഗിന് വരെ, പാണക്കാട് സയ്യിദ് അലി ഷാഹ് തങ്ങൾക്ക് വരെ, പാണക്കാട് തങ്ങൾക്ക് വരെ പറയേണ്ടി വന്നു അവിടെ കാണിച്ചത് മര്യാദകേടാണെന്നുള്ളത്. നിങ്ങൾ അവിടെ പറയാനാണെങ്കിൽ വിഷയം ഒരുപാടുണ്ട്. അവിടെ നിങ്ങൾ അടിത്തറ ഇളക്കുന്നു, വീടിൻ്റെ അടിത്തറ ഇളക്കുന്നു. ഇവിടെ നിങ്ങളിന്ന് വയനാട്ടിൽ നിങ്ങളുടെ സിദ്ദിഖ് പറഞ്ഞാണ് വയനാട് ദുരന്തബാധിതർക്ക് 28-ാം തീയതി വീടിൻ്റെ കല്ലിടുമെന്നുള്ളത്. നിങ്ങൾ ഇവിടെ കല്ലിടാതിരിക്കുകയും അവിടെ കല്ല് ഇളക്കുകയും ചെയ്യുന്നത്. ഏതായാലും അതവിടെ നിൽക്കട്ടെ, ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് ഒരിക്കൽ വരാവുന്നതാണ്. നിലവിൽ നിങ്ങളെന്തിനാണ് BJPക്ക് പഠിക്കുന്നുള്ള വളരെ ലളിതമായ ചോദ്യമാണ് ഇപ്പോൾ ജയചന്ദ്രൻ ചോദിച്ചത്. ജയേന്ദ്രൻ മാഷ് മറ്റത്തൂർ പഞ്ചായത്തിലെ 8 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചുകൊണ്ടുള്ള കത്ത് അദ്ദേഹം വായിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇതൊരു ഡീലിന്റെ ഭാഗമാണ്. ആ കത്തിൽ തന്നെ വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം കാണിച്ച നീതികേട്. ആ നീതികേട് എന്താണെന്നുള്ള ഞാനിവിടെ ആദ്യമേ ഈ ചർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്. കാരണം അവിടെ ജില്ലാ നേതൃത്വമാണ് ഔസേപ്പ് എന്ന് പറയുന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് അവിടെയുള്ള കോൺഗ്രസ് അംഗങ്ങളോട് ആവശ്യപ്പെട്ടത്. പക്ഷെ ആ ഔസേപ്പിനെ, അതിനെക്കുറിച്ച് ഇവിടെ ഒരു CPMന്റെ നേതാവും പറയുന്നില്ല. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച വ്യക്തിയെ സമ്മർദ്ദങ്ങൾ നടത്തി, ഭീഷണിപ്പെടുത്തി, പ്രലോഭനങ്ങളിലൂടെ അവിടെ CPMന്റെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ, ഈ കോൺഗ്രസ് അംഗങ്ങളിൽ ഒരു വലിയ പ്രതിഷേധമുണ്ടായി ജില്ലാ നേതൃത്വം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ. അതിൽ പ്രതിഷേധിച്ച് അവർ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തെ രാജിവെച്ചു. ഞാനിവിടെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഒരു കോൺഗ്രസ്സുകാരായി നിന്നുകൊണ്ടല്ല അവര് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, അവിടെ ഒരു BJPയുടെ സ്ഥാനാർത്ഥിക്കല്ല വോട്ട് ചെയ്തത്.
BJPയുടെ താമര ചിഹ്നത്തിൽ ജയിച്ചു വന്ന ആൾക്കല്ല അവിടെ വോട്ട് ചെയ്തത്. അവർ വോട്ട് ചെയ്തത് കോൺഗ്രസിന്റെ വിമതനായി ജയിച്ചു വന്ന എസ് ജോസഫ് കല്ലറക്കൽ എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. പ്രസിഡന്റ് ആയിട്ട് ജയിച്ചു വന്നതും വൈസ് പ്രസിഡന്റ് ആയിട്ട് ജയിച്ചു വന്നതും കോൺഗ്രസ് വിമതനും കോൺഗ്രസിന്റെ ആയിട്ടുള്ള ആളുകളാണ്. അല്ലാതെ അവരാരും BJPയിൽ ചേർന്നിട്ടില്ല. ഞാനിവിടെ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി. അങ്ങനെയെങ്കിൽ ഇവിടെ സംസാരിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ, ഞാൻ ഇവിടെ ഉയർത്തിയ വളരെ പ്രസക്തമായ ചോദ്യം, മണ്ണാർക്കാട് നഗരസഭയിലെ 1-ാം വാർഡ്, അതിനെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിട്ടായില്ല. അദ്ദേഹത്തിന് ഒരു വാക്കുപോലും പറയാനില്ല. CPM-ന്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥി കിട്ടിയത് ഒറ്റ വോട്ടാ. അദ്ദേഹം പറയുന്നത് അവിടെ 190 വോട്ട് കിട്ടിയത് കോൺഗ്രസ് കാണിച്ചത് മഹാ അപരാധമാണത്രേ. ഒരു പഞ്ചായത്തിന് പല മേഖലകളിൽ 60 വോട്ടും 90 വോട്ടും പല പാർട്ടികൾക്ക് മാറി കിട്ടും. ചില മേഖലയിൽ സ്വാധീനമുണ്ട്. ചില ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 190 വോട്ട് ഒരു വാർഡിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതത്ര മോശം വോട്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു 190 വോട്ടും 100 വോട്ടും ഒക്കെ പല സ്ഥാനാർത്ഥികൾ കിട്ടും. CPM-ന്റെ തന്നെ പല സ്ഥാനാർത്ഥികൾ നോക്ക്, 100 വോട്ടിൽ താഴെ കിട്ടിയ എത്രയോ സ്ഥാനാർത്ഥികളുണ്ട്. പിന്നെ ഇവിടെ അവിശുദ്ധ കൂട്ടുകെട്ടുകളെ കുറിച്ച് അബ്ദുൽ ഖാദർ വലിയ ആവേശത്തോടെ സംസാരിച്ചു. നിങ്ങൾ തന്നെ പറ, 40 വർഷം CPM ഭരിച്ചുകൊണ്ടിരുന്ന കണ്ണൂർ മുണ്ടേരി പഞ്ചായത്ത്, നിങ്ങളുടെ CPM-ലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷിന്റെ സ്വന്തം പഞ്ചായത്തായിട്ടുള്ള കണ്ണൂർ മുണ്ടേരി പഞ്ചായത്തിൽ എങ്ങനെ CPM അധികാരം നഷ്ടപ്പെട്ടു? നിങ്ങൾ ഉത്തരം പറ. തൃശൂർ ചേലക്കരയിൽ ഇതുപോലെ തന്നെ രാമചന്ദ്രൻ എന്ന് പറയുന്ന CPM-ന്റെ മെമ്പർ കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ തൃശൂർ ജില്ലയിൽ തന്നെ ചേലക്കര പഞ്ചായത്തിൽ അദ്ദേഹം എവിടെയാണ് വോട്ട് ചെയ്തത്? നിങ്ങൾ പരിശോധിക്ക്. വടകര ബ്ലോക്ക് പഞ്ചായത്ത് എങ്ങനെ CPM-ന് നഷ്ടപ്പെട്ടു? ഞാനിവിടെ നേരത്തെ 2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇവിടെ ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ പഞ്ചായത്തും അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ കല്ലൂർ പഞ്ചായത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പേരിൽ UDF-ന്റെ LDF-ന്റെ അംഗങ്ങൾ ഒന്നിച്ച് വോട്ട് ചെയ്തു. അതിന്റെ പേരിൽ ഇപ്പോൾ UDF-ന് അനുകൂലമല്ല, UDF നിന്ന് വോട്ട് ചെയ്തു എന്നതിന് പേരിൽ ഏതെങ്കിലും ഒരു CPM-ന്റെ അംഗത്തെ നിങ്ങളെ പുറത്താക്കുമോ? നിങ്ങൾ വലിയ ഇവിടെ രാഷ്ട്രീയ നിലപാടുകൾ നിങ്ങൾ അടികുറിച്ച് നിൽക്കും. CPM നിലപാടുകൾക്കൊപ്പം നിൽക്കും. UDF-നൊപ്പം ഞങ്ങൾ ചേരത്തില്ല, കോൺഗ്രസിനൊപ്പം ഇവിടെ ചേരത്തില്ല എന്നൊക്കെ പറയുന്ന അബ്ദുൽ ഖാദർ 24 മണിക്കൂർ കഴിഞ്ഞു. ഈ അവിടെ UDF-മായി ചേർന്ന് വോട്ട് ചെയ്ത ഈ 2 പഞ്ചായത്തിലെ ഏതെങ്കിലും CPM അംഗത്തിനെതിരെ ഒരു നടപടി എടുത്തോ? ഇപ്പോൾ ഇവിടെ ചർച്ച കിട്ടുകഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ കോൺഗ്രസ് വലിയ അവിശുദ്ധ ബന്ധങ്ങളാണ്. ആകെപ്പാട് ഒരു ശ്രീ റോണി കെ. താങ്കൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാനെന്ന് ഇടപെടുകയാണ്. KV അബ്ദുൽ ഖാദർ മറുപടി പറയും. അതിൽ ഞാൻ പറയും, കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ എന്താണ് നടന്നത്? കുമരകത്ത് എന്താണ് നടന്നത്? കോട്ടങ്ങൽ പഞ്ചായത്തിൽ എന്താണ് നടന്നത്? അതോടൊപ്പം തന്നെയാണ് തൃശ്ശൂർ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ എന്താണ് നടന്നത്? ഇതെല്ലാം നിങ്ങൾ ശ്രീ റോണി കെ. നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് കേരളത്തിലെ നിലപാട് കണ്ടാണ്. നിങ്ങൾക്ക് SDPയുടെ വോട്ട് നിങ്ങൾ മേടിക്കും. SDPയുടെ വോട്ട് മേടിച്ച് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ SDPയുടെ ആളിന്റെ കൊണ്ട് നിങ്ങൾ വോട്ട് ഭരണത്തിലേറാൻ അടുത്ത തന്ത്രങ്ങൾ പ്രയോഗിക്കും. BJPയുടെ സഹായം തേടും. നിങ്ങൾ എല്ലാ തരത്തിലും നിങ്ങൾ ഈ തൃശ്ശൂരിലെ നമ്മൾ ചർച്ച നടക്കുന്നതിന്റെ തലേദിവസമാണല്ലോ അവിടുത്തെ മേയർ സ്ഥാനത്തെ കുറിച്ച് വലിയ അപവാദങ്ങൾ വന്നത്. നിങ്ങൾ ജയിപ്പിച്ച് നിർത്തിയ ആ സ്ഥാനാർത്ഥിയല്ലേ പറഞ്ഞത് കാശ് ചോദിച്ചു എന്നുള്ളത്? കാശ് മേടിച്ചാണ് അവിടെ മേയർ ഇതേ തൃശ്ശൂർ ഇതേ ആർക്കും ഉന്നയിക്കാം. അധികാര സ്ഥാനം കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നം കണ്ട കസാര കിട്ടാതെ കൂടുതൽ തെളിവുകൾ കൂടുതൽ ആരോപണങ്ങൾ ഏതായാലും അല്ല ആ ആരോപണങ്ങൾ ആരോപണമാണ് ഉന്നയിച്ചുള്ള അവർ കൂടുതൽ തെളിവുമായി വരുമെന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും ഈ ചർച്ചയിൽ കാണാം. ശ്രീ റോണി കെ. ബേബി, അബ്ദുൽ ഖാദർ ഏതായാലും കുറച്ച് ചോദ്യങ്ങൾ താങ്കളോടായിട്ട് റോണി കെ. ബേബി ചോദിച്ചിട്ടുണ്ട്. അല്ല, ഇദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ എന്താ? ഞങ്ങളുടെ 5-6 പേര് കാലുമാറി എവിടെ വോട്ട് ചെയ്തത്? ചേലക്കരയിൽ പിന്നെ വോട്ട് കോൺഗ്രസ്സിന് ചെയ്ത ആ നടപടിയെ സംബന്ധിച്ച് തീർച്ചയായും പരിശോധിക്കും. അത് ഒരു പൊളിറ്റിക്കൽ ഡീലിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സിനെ ജയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ BJP ജയിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു സംഗതിയാണോ? ഇവിടെ പറഞ്ഞ മറ്റത്തൂർ അത്തരത്തിലുള്ള സംഗതിയാണോ? മറ്റത്തൂർ ഈ 8 പേരും ഒന്നിച്ച് അല്ല, മറ്റത്തൂർ 8 പേര് ഒന്നിച്ച് പോയിട്ട് വോട്ട് ചെയ്ത പോലെയാണോ? എന്ത് വിവരക്കേടാ പറയുന്നത്? പ്രൊഫസറാണോ അദ്ദേഹം? ഒരു പാർട്ടിയിലെ 8 പേര് ഒരു സുപ്രഭാതത്തിൽ നേരം വെളുക്കുമ്പോൾ ഒരു നാട്ടിൽ മുഴുവൻ നടന്ന് ഞങ്ങൾ കോൺഗ്രസിൻ്റെ INC-യുടെ നേതാക്കളാണ് എന്ന് പറഞ്ഞ് വോട്ട് ജയിച്ച 8 പേര് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് നേരം വെളുക്കുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ രാജിവെക്കുന്നു, ഞങ്ങൾ പിന്നെ BJP-യുമായി ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പോകുന്നു. ഇത് ഒരു മുൻ ധാരണ ഇല്ലാതെ നടത്തിയൊരു സംഗതിയാണ് എന്നൊക്കെ വിശ്വസിക്കാൻ ഇത് വെള്ളരിക്കപ്പെട്ടൊന്നുമല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. പിന്നെ അദ്ദേഹം പറഞ്ഞു ചില വാർഡുകളിൽ 50 വോട്ടേ 40 വോട്ടേ കിട്ടുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ
പല സ്ഥലങ്ങളിലും BJPക്ക് വേണ്ടി വോട്ട് പ്ലസ് ചെയ്ത് കൊടുത്തതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ന്യായീകരണം ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നുകിൽ നുണ അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ അദ്ദേഹം സംസാരിക്കുകയാണ്. പ്രീ പ്ലാൻഡ് ആണ്, വളരെ കൃത്യമായി നടത്തിയ ഓപ്പറേഷനുകളുടെ ഭാഗമാണ് ഈ സംഗതികളെല്ലാം. അല്ല ഒരാൾ തെറ്റൊരു വോട്ട് ചെയ്തു, ശരി, അങ്ങനെയല്ലല്ലോ. ഇതൊക്കെ DCC നേതൃത്വത്തിനും KPCCക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അറിയാതെ സംഭവിച്ചൊരു കാര്യമാണെന്നും ഞാൻ കരുതുന്നില്ല. ഇവർ നേരത്തെ തീരുമാനിക്കുന്നു, ഞങ്ങൾ പുറത്താക്കും, നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തിരിച്ചെടുക്കുകയും ചെയ്യും. ഇതല്ലേ ഡീല്? ഇതാർക്കാ അറിയാത്തത്? ചൊവ്വന്നൂർ SDPIയുടെ വോട്ട് നേടി ജയിച്ച ആളെ പുറത്താക്കുമെന്ന് പറഞ്ഞു. അയാൾ രാജിവെച്ചോ? പുറത്താക്കിയോ? ഇതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ പ്രഖ്യാപനമൊക്കെ നടത്തും. അത് കഴിഞ്ഞാൽ വീണ്ടും കോൺഗ്രസ്സിലെ സസ്പെൻഷനല്ലേ? ആർക്കാണ് അറിയാത്തത്? കോൺഗ്രസ് പുറത്താക്കി എത്ര ആളുകൾ വീണ്ടും നിങ്ങളുടെ കൂടെ നടക്കുകയാണ്. നിങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു തൃശ്ശൂരിലെ മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള ആരോപണങ്ങൾ CPM ആണോ ഉന്നയിച്ചത്? മറ്റേതെങ്കിലും പാർട്ടിയാണോ ഉന്നയിച്ചത്? തന്നെ വിളിച്ച് DCC പ്രസിഡന്റ് പണം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞത് ആരാ? ലാലി ജെയിംസ്, കോൺഗ്രസിൻ്റെ പ്രമുഖയായ നേതാവ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചയാൾ. സത്യം പറഞ്ഞാൽ ലജ്ജിക്കണം. ഇങ്ങനെ തമ്മിൽ തല്ലി വഴക്ക് കൂടി എന്താ പറയുക, അത് കേവലമായ വഴക്ക് മാത്രമോ? പണം നൽകാത്തത് കൊണ്ട് എന്നെ മേയർ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് പറയുന്നു. ഇതൊക്കെ കോൺഗ്രസ്സിലല്ലാതെ വേറെ എവിടെ നടക്കും? അതൊരു ഭാഗത്ത് നടക്കുന്നു, വേറെ ഭാഗത്തോ ചിലയിടങ്ങളിൽ SDPIയുമായിട്ട് സഖ്യം, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് എല്ലായിടത്തും പരസ്യ സഖ്യം, ആ കോൺഗ്രസുമായിട്ട് BJP മറ്റത്തൂരിൽ കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെയല്ലേ ജനം കാണുന്നത്. ഇതൊന്നും ജനങ്ങൾ കാണുന്നില്ല എന്ന് വിശ്വസിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായും ഈ രാഷ്ട്രീയം, ഈ ജനവിരുദ്ധമായ അവിശുദ്ധമായ രാഷ്ട്രീയം കോൺഗ്രസ് കേരളത്തിൽ അവർ പലപ്പോഴും നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ വടകരയിലും ബേപ്പൂരുമൊക്കെ വളരെ പ്രകടമായി വന്ന കാര്യങ്ങളായിരുന്നു. അതിനെ കേരളം അതിജീവിച്ചിട്ടുണ്ട്. പിന്നീട് പലയിടത്തും കോൺഗ്രസും BJPയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കി എന്ന കാര്യം വളരെ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുള്ളതാണ്. ജന്മഭൂമിയുടെ ലേഖകനായിരുന്ന ശ്രീ കുഞ്ഞിക്കണ്ണൻ എഴുതിയിട്ടുള്ള പുസ്തകം, ശ്രീ KG മാരാരുടെ ആത്മകഥ, ജീവചരിത്രം, ഇതിലെല്ലാം വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും നിഷേധിക്കപ്പെട്ട കാര്യങ്ങളുമല്ല. അപ്പോൾ പഴയ കാലത്ത് നടന്ന അക്കാര്യങ്ങൾ ഈ കാലത്തും കേരളത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ സംഗതികൾ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ശശി തരൂരിൻ്റെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ലേ അദ്ദേഹം? അബ്ദുൽ ഖാദർ, ഈ ശശി തരൂർ മാത്രമല്ല, ഇന്നലെ ദിഗ്വിജയ് സിംഗ്, മുതിർന്ന കോൺഗ്രസ് നേതാവ്, പഴയ മുഖ്യമന്ത്രി, അദ്ദേഹം തന്നെ RSSനെ പുകഴ്ത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അവിടെ തറയിലിരിക്കുന്നവർ വരെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയാകും. അതായത് ദിഗ്വിജയ് സിംഗും നെഹ്റു കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അവിടെ നെഹ്റു കുടുംബത്തിലുള്ളവർ മാത്രമേ അത്തരത്തിലൊരു. ഏതായാലും താങ്കളിലേക്ക് മടങ്ങിയ ശ്രീ പ്രിന്റു മഹാദേവ്, ഒരുപക്ഷേ നേരത്തെ KV അബ്ദുൽ ഖാദർ ചൂണ്ടിക്കാട്ടിയത് തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ട് പിന്നെ ഇത്തവണ എങ്ങനെ കുറഞ്ഞു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം ഈ പലയിടങ്ങളിലെ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന ഡീലുകളെ സംബന്ധിച്ച്, ഈ കാസർകോട്ടെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ നിങ്ങളുടെ ഏക അംഗം കൃത്യമായി വിട്ടുനിന്നു കോറം തികയാത്തതിനാൽ. ഈ മറ്റത്തൂരിലെ പോലെ ഡീല് പുല്ലൂർ പെരിയയിലും മറ്റ് പല ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ടോ? സംസ്ഥാന തലത്തിൽ തന്നെ ഒരു ഡീലാണോ ഇത്? എങ്ങനെയും BJP അധികാരത്തിൽ നിന്ന് മാറ്റിയ കോൺഗ്രസ് ഏത് വിധേനയും CPMനെ ഒഴിവാക്കി നിർത്തുക, അതിനുവേണ്ടി ഏത് തരത്തിലുള്ള ഡീലും, അത് പുല്ലൂർ പെരിയയിലായാലും ഈ പറയുന്നത് പോലെ മറ്റത്തൂരായാലും എല്ലായിടത്തും നിങ്ങൾ ആ ഡീലുണ്ടോ നിലവിൽ? അല്ല, ഞങ്ങൾക്ക് ഒരു ഡീലുമില്ല. ഇവിടെ BJP ആസൂത്രിതമായിട്ട് തോൽപ്പിക്കും, വ്യാപകമായിട്ട് ഡീൽ ഉണ്ടാക്കിയത് CPMഉം കോൺഗ്രസുകാരാണ്. ഇപ്പൊ നേരത്തെ കാതർക്ക പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ വോട്ടിംഗ് പെർസെന്റേജ് പാർലമെന്റിൽ നോക്കുന്ന സമയത്ത് BJP കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ BJPയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മെമ്പർമാർ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പാണിത്. പ്രബലമായിട്ടുള്ള പല പഞ്ചായത്തുകളിലും മുഖ്യ പ്രതിപക്ഷമായി നിൽക്കുന്നത് BJP ആണ്. CPMനോട് ഈക്വലായി നിൽക്കുന്ന നിരവധി പഞ്ചായത്തുകളുണ്ട്. അതുകൊണ്ട് BJPയുടെ തൃശ്ശൂർ ജില്ലയുടെ വളർച്ച ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ മറ്റത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. ഈ CPMന്റെ 25 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിൽ തന്നെ അവിടുത്തെ വികസന മുരടിപ്പ് പുറത്ത് കാണിച്ചു കൊടുക്കുന്നത് BJPയുടെ പ്രവർത്തകരായിരുന്നു. പ്രത്യേകിച്ച് 2 ആദിവാസി കോളനികൾ അടക്കമുണ്ട്.
അവിടെ മണൽ മാഫിയയുടെ പ്രശ്നമുണ്ട്. CPM-ന്റെ അലിഗേഷനിൽ നിൽക്കുന്ന ഒരു പ്രമുഖ നേതാവിനെ വീണ്ടും തിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേതൃത്വം കൊടുത്തതിൽ ജനങ്ങളുടെ അമർഷമുണ്ട്. അങ്ങനെ അനവധി പ്രശ്നം മറ്റത്തൂരെ സംബന്ധിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ഹിതത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസിൽ നിന്നുള്ള അവരുടെ അംഗത്വം രാജിവെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പിന്തുണ നൽകാൻ സാധിക്കുകയുള്ളൂ. അതിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാടായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അല്ലാതെ ഒരു തരത്തിലുള്ള ഡീലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത് ഡീൽ ഉണ്ടാക്കിയിട്ട് BJP വിജയിക്കേണ്ട പല പഞ്ചായത്തുകളും ഇവിടെ ഡീൽ ഉണ്ടാക്കിയത് CPM അതോടെ തന്നെ ഇടതുപക്ഷവുമാണ്. അതോടൊപ്പം ജമാഅത്ത് ഇസ്ലാമി, PDP, STP അടക്കമുള്ള മത തീവ്രവാദികളുമായിട്ട് രണ്ടു കൂട്ടരും ഒരേപോലെ തന്നെ സന്ധി ചെയ്തിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ വിജയം ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഖാദർക്ക് പറഞ്ഞു ഇവിടെ വോട്ടിംഗ് പെർസെന്റേജ് കൂടിയെന്ന്. CPM-ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര പഞ്ചായത്തുകൾ ഉണ്ടായിട്ടുണ്ട്? എത്ര പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു? തൃശ്ശൂർ കോർപ്പറേഷൻ CPM-ന്റെ ഇന്ന് നിലവിലെ അവസ്ഥ എന്താണ്? അപ്പൊ അതുകൊണ്ട് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പേഴ്സന്റേജിന് അപ്പുറത്തേക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കിയുള്ള തെരഞ്ഞെടുപ്പാണ്. രണ്ട് മുന്നണി സംവിധാനങ്ങളെയും ഒരുമിച്ച് നിന്നിട്ടും ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഭാവിയിലേക്കുള്ള ഞങ്ങളുടെ വലിയൊരു ായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാഭാവികമായിട്ട് കാണുന്നത്. അല്ലാതെ ശ്രീ പ്രിൻഡു മഹാദേവ്, ഇത് വേറൊരു തരത്തിൽ കേരളത്തിലെ ജനത വ്യാഖ്യാനിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ പൊതുശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷമാണല്ലോ. നിങ്ങൾ മറ്റത്തൂരിൽ അവിടെ വികസന മുന്നെടുപ്പ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു ധാരണ എടുത്തു. അവിടെ ജയിച്ചു വന്നപ്പോൾ ഇത്തരത്തിൽ രാജിവെച്ചു വരും നിങ്ങൾ. ഇത് കേരളത്തിൽ എല്ലായിടത്തും തന്നെയാണ് നടക്കുന്നതെന്നാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ വായിച്ചെടുക്കുന്നത്. നിങ്ങളുടെ പൊതുശത്രു LDF ആകുമ്പോൾ ഈ 538 പഞ്ചായത്തുകളിൽ UDF വിജയിച്ച് കയറുമ്പോൾ അവിടെയെല്ലാം നിങ്ങൾ വോട്ട് കൊടുത്തു എന്നുകൂടി വായിച്ചെടുക്കുന്നുണ്ട് പ്രിൻഡു മഹാദേവ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പ്രഥമ പരിഗണന കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് തന്നെയാണ്. ഒരു സംശയം വേണ്ട. ഞങ്ങളുടെ പാർട്ടിയുടെ പോളിസി അനുസരിച്ച് ഞങ്ങൾ അതുകൊണ്ട് കോൺഗ്രസുമായിട്ട് ഞങ്ങൾ ഒരു തരത്തിലുള്ള സഖ്യവും കൂടില്ല. പ്രത്യേകിച്ച് മതഭീകരവാദ ശക്തികളുമായിട്ട് സന്ധി ചെയ്തിട്ടാണ് UDF-ന്റെ വലിയ വിജയം. അല്ല പ്രിൻഡു മഹാദേവ്, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ദേശീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട് ശരിയാണ്. കോൺഗ്രസ് മുക്ത ഭാരതമാകാൻ എടുക്കേണ്ട രാഷ്ട്രീയ നിലപാട് ഇതാണോ? നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുകയല്ലേ നേതാക്കളെ? എത്ര MPമാരെ കോൺഗ്രസ് MPമാരെ നിങ്ങൾ മേടിച്ചു? അതാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് മേടിക്കുക. അത് അവിടെ ത്രിപുരയിലായാലും അരുണാചൽ പ്രദേശിലും മറ്റത്തൂരായാലും ഒരേ പാറ്റേൺ. അല്ല, അങ്ങനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ നോക്കണം, കോൺഗ്രസിന്റെ പ്രതിനിധികൾ അതിനകത്ത് കൃത്യമായ ലെറ്ററിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, നേതൃത്വത്തിനോട് ഇടഞ്ഞ് നേതൃത്വം ശരിയല്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ അംഗത്വം രാജിവെച്ചിട്ട് ഞങ്ങളോട് അവർ സ്വാഭാവികമായിട്ട് സന്ധി ചെയ്യാൻ വരുന്ന സമയത്ത്, വികസനത്തിന് വേണ്ടി ഒരുമിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അത് തന്നെയാണ് പ്രിൻഡു. അല്ല, ഒരുപക്ഷെ പ്രിൻഡു, ഞാൻ റോണി കെ ബേബി നേരത്തെ പറഞ്ഞത് ജനവികാരം എതിരായതുകൊണ്ട് ഒത്തു. പക്ഷേ ശ്രീ റോണി കെ ബേബി, ആ കത്ത് കിട്ടിയ BJP നേതൃത്വം ചർച്ച നടത്തിയ ആ BJP നേതാവാണ്, പ്രിൻഡു മഹാദേവാണ് പറയുന്നത്, ഈ നേതൃത്വം എടുത്ത തീരുമാനത്തോട് വിയോജിപ്പ് അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ രാജിവെക്കുന്നത്. എങ്ങനെ പറയുന്നു ശ്രീ റോണി കെ ബേബി? ഞാനതിന് കൃത്യമായി ഇവിടെ വ്യാഖ്യാനം നൽകിയതാണ്. കാരണം അവിടെ തൃശ്ശൂർ DCC ഔസേപ്പിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ വിപ്പൊന്നും നൽകിയില്ല. പക്ഷേ കോൺഗ്രസ്, കാരണം എങ്ങനെയും CPM-നെ അധികാരത്തിൽ പുറത്തു നിർത്തണം. ഇപ്പോൾ കോൺഗ്രസ് വിമതരായി നിന്ന, പക്ഷെ അവിടെ ഈ വിമതര ഒഫീഷ്യൽ എന്നൊന്നുമില്ല. ഞാൻ അവിടെ കൃത്യമായി കാര്യം പറഞ്ഞതാണ്. അവിടെ 24 വാർഡിൽ 3 സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേരിട്ട് വിപ്പ് നൽകിയുള്ളൂ. ബാക്കിയെല്ലാം പ്രാദേശിക തലത്തിൽ തന്നെയാണ്. കാരണം അവിടെ പ്രാദേശികമായി അവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും DCC തമ്മിൽ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് മുഴുവൻ പാർട്ടിയുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ്സ് ആയിരുന്നില്ല. അപ്പോൾ പല ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ തന്നെ അവിടെ പ്രാദേശികമായി രംഗത്ത് വന്നു. പക്ഷെ അങ്ങനെ ജയിച്ചു വന്ന ഔസേപ്പ്, അപ്പോൾ ഔസേപ്പിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു DCC-യുടെ തീരുമാനം. പക്ഷേ അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പോലും കോൺഗ്രസിന്റെ അംഗങ്ങൾ ഔസേപ്പിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ വോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് അറിയുന്നത് ഔസേപ്പിനെ CPM-കാർ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ പോലും പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാണ് ഔസേപ്പ്, ഇതാണോ CPM പറയുന്ന രാഷ്ട്രീയ ധാർമ്മികത? അതിനെക്കുറിച്ച് നിങ്ങൾ പറ. കോൺഗ്രസ്സുകാരനായി നിന്ന് ജയിച്ചു വന്ന ഒരാളെ ലോഭിപ്പിച്ച് പണം കൊടുത്ത് സമ്മർദ്ദത്തിലാഴ്ത്തി അദ്ദേഹത്തെ റാഞ്ചിക്കൊണ്ടുപോയി CPM-നെ സ്ഥാനാർത്ഥിയാക്കുന്നതാണ് CPM-ന്റെ ധാർമ്മികത. ഇവിടെ ഇപ്പോൾ ഈ ചർച്ച എന്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇവിടെ ആരോട് ഉന്നയിച്ചത് എന്നതിനെ കുറിച്ച് കാര്യം വ്യക്തമായി. സിജു പറഞ്ഞു 600 പഞ്ചായത്തുകളിൽ UDF ജയിച്ചു വന്നത് BJP-യുടെ വോട്ട് മേടിച്ചാണ്. അങ്ങനെയെങ്കിൽ മിസ്റ്റർ സിജു ഒരു കാര്യം അങ്ങ് പറയണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ചത് കോൺഗ്രസ് വോട്ട് മേടിച്ചുകൊണ്ടാണോ CPM-ന്റെ വോട്ട് മേടിച്ചുകൊണ്ടാണോ? ഞങ്ങൾക്ക് 9 സീറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 18 സീറ്റായി. നിങ്ങളുടെ സീറ്റ് എവിടെ പോയി? അവിടെ എത്ര പതിറ്റാണ്ടുകളായി CPM ഭരിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിങ്ങളുടെ സീറ്റുകൾ അവിടെ കണക്കുണ്ട് ശ്രീ റോണി കെ ബേബി. അതായത് അവിടുത്തെ കൃത്യമായ കണക്കുണ്ട്. അവിടെ കോൺഗ്രസിന് എത്ര ലഭിച്ച വോട്ടുകൾ എത്ര, നിങ്ങൾ ജയിച്ചെടുത്ത് BJP-ക്ക് ലഭിച്ച വോട്ടുകൾ എത്ര, അതൊക്കെ നമുക്ക് വിശദമായി ഉണ്ട് ശ്രീ റോണി കെ ബേബി.
അതായത് കൃത്യമായ നിങ്ങൾ കണക്കുണ്ട്. അല്ല ഈ പറയുന്ന ഔസേപ്പിന്റെ വിഷയത്തിൽ നിന്ന് എടുത്തിട്ട് കാര്യമില്ല. കേരളത്തിലെ ജനതയ്ക്ക് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ എന്താണ് ഇവിടെ എടുത്തത്? ഈ പ്രിന്റു മഹാദേവ് പറഞ്ഞതിൽ നിന്ന് കാര്യം മനസ്സിലായി. ശ്രീ എം ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. റോണി കെ ബേബി പറഞ്ഞതിൽ നിന്നും പ്രിന്റു മഹാദേവ് പറഞ്ഞതിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവർ തമ്മിലുള്ള ഡീൽ, ആ ഡീൽ വളരെ ശക്തമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഡീൽ, അതിനുശേഷം എങ്ങനെയാണ് ഡീൽ? പണം കൊടുത്ത് തന്നെ മറ്റത്തൂരിൽ ആ 8 പേർക്കും നല്ല രീതിയിൽ പണം. താങ്കൾ ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ കണക്കുകൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എത്രയാണ് ഓരോരുത്തരുടെയും പോക്കറ്റിൽ വീണെന്നുള്ളത്. മറ്റത്തൂരിനെ കുറിച്ച് തന്നെ ഞാൻ പറയാം. അല്ല, മറ്റത്തൂരിനെ കുറിച്ച് തന്നെ പറയാം. എന്നോടല്ലേ ചോദ്യം? അതെ, ഞാൻ പറയാം. അതെ. മറ്റത്തൂരിനെ കുറിച്ച് തന്നെ പറയുകയാണ്. അവിടെ പിന്നെ ഒരു യൂട്യൂബർ ഉണ്ട് കേട്ടോ, മറ്റത്തൂരില്. തന്റെ ഹോളോബ്രിക്സ് കമ്പനിക്കെതിരെ പഞ്ചായത്ത് ഹോളോബ്രിക്സ് കമ്പനിക്ക് അനുമതി നിഷേധിച്ചു എന്ന പേരിൽ പഞ്ചായത്തിനെതിരെ, മറ്റത്തൂർ പഞ്ചായത്തിനെതിരെ നിരന്തരം ഒരു ദിവസം 5 വീഡിയോ വരെയൊക്കെ ചെയ്യുന്ന ഒരു BJP RSS യൂട്യൂബർ, പേര് അതുൽ. അയാൾ നിരന്തരം പിന്നെ ഈ വീഡിയോ ചെയ്ത് മറ്റത്തൂർ പഞ്ചായത്ത് BJP ഇതാ പിടിക്കാൻ പോകുന്നു എന്ന പ്രതീതിയാണ് ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ ഉടനീളം സൃഷ്ടിച്ചത്. ഇല്ലാന്ന് പറയട്ടെ പ്രിന്റു. അപ്പൊ ഞാൻ ബാക്കി ചരിത്രം കൂടെ പറഞ്ഞു തരാം. ഇതൊന്നും ആരും അറിയുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ അറിയാം. ഡീലുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. എന്നിട്ടാണല്ലോ അധാർമികമായി നൈതിക ബോധം തീരെ ഇല്ലാതെ കോൺഗ്രസ്സുകാർ, മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം വരുന്ന കോൺഗ്രസ്സുകാർ ആരെയാണ് പിന്തുണച്ചത്? അത് നോക്കിയാൽ മതി. ഏതുവഴിയാണ് ഇതൊക്കെ ഇതിലേക്കുള്ള വഴി തുറന്നു കിട്ടുന്നത് ഏതുവഴിയാണെന്നൊക്കെ ആ അംഗങ്ങളുടെ പിന്നെ രാജി പ്രഖ്യാപനവും പിന്നീട് അങ്ങോട്ട് ചേർന്നു എന്നുള്ളതും അതുൽ എന്ന് ഞാൻ പറഞ്ഞ യൂട്യൂബർ പഞ്ചായത്തിനെതിരെ നിരന്തരം ചെയ്തു പോകുന്ന വീഡിയോകൾ ഉണ്ടാക്കിയ ഔട്ട്കമ്മില്ലെന്ന് BJP എത്തിയ ധാരണകളും എന്തൊക്കെയായിരുന്നുള്ളത് മറ്റത്തൂർ നിവാസികൾക്ക് സുവ്യക്തമായി അറിയാം. ഈ പ്രശ്നം പഠിക്കാൻ അപ്പോഴോ പിന്നീടോ ശ്രമിച്ചിട്ടുള്ള ആർക്കും, ഞാനതൊക്കെ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ ഒറ്റയടിക്ക് റദ്ദാക്കിക്കൊണ്ട് മറ്റത്തൂര് ജനാധിപത്യം അതിന്റെ ഏറ്റവും സുലഭിലമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെന്നും പഞ്ചായത്ത് ഇലക്ഷന് ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റത്തൂരിൽ ജനാധിപത്യം പൂത്തുലയുകയാണ് ചെയ്തത് എന്നും ഒക്കെ വാദിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ പങ്കിട്ടെടുത്തുകൊള്ളുക. പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ അങ്ങനെ പിന്നെ വിശ്വസിക്കണം, അത് അംഗീകരിക്കണം എന്ന് വാശി പിടിക്കുന്നത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് മേലുള്ള കുതിരകയറ്റമാണ്. അങ്ങനെ കടന്നു കയറണം, കുതിര കയറാൻ അവർക്ക് അവകാശമില്ല ജനാധിപത്യത്തിൽ എന്നുള്ളത് പൊതുവായി അംഗീകരിക്കപ്പെട്ടു പോകുന്ന ഒരു വസ്തുതയുമാണ്. നിങ്ങൾ പിന്നെ ഈ കോൺഗ്രസിന്റെയോ BJPയുടെയോ ഔദ്യോഗിക നേതൃത്വം സംസ്ഥാന തലത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും അംഗീകരിച്ചില്ല എന്ന് വരും. അത് സാധാരണഗതിയിൽ അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. ഇതൊന്നും അംഗീകരിക്കാറില്ല. SDPയുമായി നിങ്ങൾ ബന്ധമോ ഉണ്ടാക്കിയിട്ടില്ലേ? കോൺഗ്രസ് കോഴിക്കോടില്ലേ, മലപ്പുറത്തില്ലേ? വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസിന് ബന്ധമില്ലേ? കോഴിക്കോട്, മലപ്പുറത്ത്. കോഴിക്കോട് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര നേട്ടം ഉണ്ടാക്കിയതെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കുന്നേ. ഇതൊക്കെ ഇപ്പം വെളിയിലുണ്ട്. പബ്ലിക് ഡൊമൈനിൽ ഇതിന്റെ എല്ലാം വിശദ വിവരങ്ങൾ എല്ലാവർക്കും ലഭ്യവുമാണ്. ഇതൊക്കെ നിലനിൽക്കെ പാർട്ടി നേതൃത്വം KPCCയും മാരാർജി ഭവനിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അത് പറഞ്ഞാൽ അതങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കളയാൻ പിന്നെ തെറ്റിദ്ധരിക്കരുത്. ജനങ്ങൾക്ക് മുമ്പിൽ വസ്തുതകൾ ഉണ്ട്. ആ വസ്തുതകളിൽ നിന്നാണ് അവർ സ്വന്തം അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് നിലപാടുകളിലേക്ക് എത്തുന്നത്. LDF തെറ്റ് പറ്റിയിട്ടുണ്ട്, പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ വീഴ്ച പഠിക്കണം. LDF ആ വീഴ്ചകൾ പഠിക്കണം, തിരുത്തുകയും വേണം. പക്ഷെ അതുകൊണ്ടൊന്നും ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധത നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധത, ജനാധിപത്യത്തെ അട്ടിമറിക്കൽ അതൊന്നും ഇല്ലാതാവുന്നില്ല. അബ്ദുൽ ഖാദർ, ഒരുപക്ഷേ കേരളത്തിൽ നമ്മൾ കണ്ടു പരിചയിച്ചതാണ് 54 മുതൽ അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം 91 വരുമ്പോൾ കോലി സഖ്യമടക്കം. ഇപ്പോൾ ഈ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുതായി രൂപം കൊണ്ട ഈ പദമുണ്ടല്ലോ, ഈ മറ്റത്തൂർ മോഡൽ, ഈ ഓപ്പറേഷൻ ലോട്ടസ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പുതിയ തന്ത്രങ്ങൾ ഇടതുപക്ഷത്തിന് മെനയേണ്ടി വരുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കുന്നു. ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ രണ്ടു കൂട്ടരും സമ്മതിച്ചൊരു കാര്യം, അവർ തമ്മിൽ നേരത്തെ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. രാജിവെക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾ രാജിവെച്ചു വരൂ, അപ്പോൾ ഞങ്ങൾ ആലോചിക്കാം എന്ന് വെച്ചാൽ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു മുൻകൂർ ചർച്ച നടന്നു എന്ന കാര്യം ഇവിടെ രണ്ടു കൂട്ടരും സമ്മതിക്കുകയാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്,
ഒരു പഞ്ചായത്തിൽ CPIMനെ തോൽപ്പിക്കാൻ തെരഞ്ഞെടുപ്പിന് മുൻപേ ചർച്ചകൾ നടത്തുക, അവിടെ ചില വാർഡുകളിൽ പരസ്പരം കൊള്ളക്കൊടുക്കുകൾ നടത്തുക, എന്നിട്ടും CPIMനെ തോൽപ്പിക്കാൻ കഴിയാതെ വന്നാൽ പഞ്ചായത്ത് മെമ്പർമാരെ കൂട്ടത്തോടെ തങ്ങളുടെ ഈ അവിശുദ്ധ സഖ്യത്തിലേക്ക് കൊണ്ടുവരിക, അതിന് യാതൊരു മടിയും കോൺഗ്രസ്സായി ജയിച്ച ആളുകൾക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ പ്രശ്നം അതാണ്. കോൺഗ്രസ് കേരളത്തിൽ CJP ആയിട്ട് മാറുന്നത് അവർക്ക് BJPയോ നേരിടാനുള്ള ഒരു പ്രത്യയശാസ്ത്ര സ്ഥൈര്യമോ നിലപാടോ ഇല്ല എന്നുള്ളതാണ്. കാരണം അത് അങ്ങനെ വരുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ മണിശങ്കർ അയ്യർ പറയുന്നത് ഞാൻ കേട്ടു. ബാബറി മസ്ജിദ് തകർക്കാൻ ഏറ്റവും കൂടുതൽ സഹായം നൽകിയത് കോൺഗ്രസിൻ്റെ നേതാവും അന്നത്തെ പ്രധാനമന്ത്രിയുമായിരുന്ന ശ്രീ നരസിംഹറാവുവാണ്. ആ രാഷ്ട്രീയമാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. ഇന്ന് BJPയുടെ കേന്ദ്രമന്ത്രിമാരും കേന്ദ്രമന്ത്രിസഭയിലുള്ള പലരും നേരത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരോ PCC അധ്യക്ഷരോ ഒക്കെ ആയിരുന്നു. അപ്പം നിറം മാറാൻ അശേഷം സമയം വേണ്ടാത്ത ഒരു കൂട്ടരാണ് കോൺഗ്രസ് എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. ഇപ്പോൾ BJPയോട് ഫൈറ്റ് ചെയ്ത് ജയിച്ചയാളാണ് ശശി തരൂർ. അദ്ദേഹം പിന്നെ UN-ലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. പക്ഷേ അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത്? അപ്പോൾ കോൺഗ്രസ്സിന് നിറം മാറാൻ ഒട്ടും സമയം വേണ്ടതില്ല എന്ന കാര്യം പാർലമെൻറ്റിലും നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു നരേഷൻ എന്താ? അത് കോൺഗ്രസ്സാണ് ശരി, കോൺഗ്രസ്സിന് മാത്രമേ അത് കഴിയൂ, ആ കോൺഗ്രസ്സാണ് BJPയുടെ കാലിൽ പോയി വീഴുന്നത് എന്നീ സംഗതികളെല്ലാം വ്യക്തമാക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നടന്ന് പ്രചരിപ്പിച്ചത് എന്താ? ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് LDF BJPയുമായിട്ട് സഖ്യം ചെയ്യുന്നു എന്നാണ്. മുഖ്യമന്ത്രി പിന്നെ നരേന്ദ്രമോദിയുമായിട്ട് സഖ്യമുണ്ടാക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, CPIയുമാണ്. കോൺഗ്രസ് ആവട്ടെ അഖിലേന്ത്യാ തലത്തിൽ പല ഘട്ടങ്ങളിലും നിർണായകമായ സന്ദർഭങ്ങളിൽ BJPയെ സഹായിക്കുന്ന നിലപാട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ അത് തൃശ്ശൂരായാലും തിരുവനന്തപുരത്തായാലും പല വാർഡുകളിലെയും കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. കോൺഗ്രസ് BJP പരസ്പരം വോട്ടുകൾ ഷെയർ ചെയ്തു എന്നുള്ളതാണ്. ഈ ചർച്ച ഇവിടെ ഈ സമയപരിമിതി വരെ അവസാനിപ്പിക്കേണ്ടി വരുന്നുണ്ട്. വളരെ നന്ദി ശ്രീ KV അബ്ദുൽ ഖാദർ, ശ്രീ റോണി കെ ബേബി, ഒപ്പം തന്നെ പ്രിൻറ്റു മഹാദേവ്, MJ ചന്ദ്രൻ. ഏതായാലും ഈ BJP മാറുന്ന കോൺഗ്രസ് എന്താണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകുന്നത്? ഒരുപക്ഷെ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴാണ് രാജ്യമെമ്പാടും മറ്റൊരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രതിഷേധം കത്തിപ്പടരുന്നത്. കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ 3000 മുസ്ലിങ്ങളെയാണ് അവിടെ ഒരു അർദ്ധരാത്രിയിൽ കൊടുന്തണുപ്പത്ത് വഴിയിലേക്ക് ഇറക്കി വിടുകയും ചെയ്തത്. ഈ സാഹചര്യം, അതായത് രാജ്യത്ത് മുസ്ലിങ്ങളെ, ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ചുകൊണ്ട് എങ്ങനെ അധികാരത്തിലേക്ക് വരാമെന്ന BJPയുടെ അതേ ന്യായം കോൺഗ്രസ് പിന്തുടരുമ്പോൾ ആരാണ് ഈ മതനിരപേക്ഷ വിശ്വാസികൾ ഈ കോൺഗ്രസിനെ വിശ്വസിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം കൂടി ഇവിടെ ഉയരുന്നു. ഏതായാലും വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇതോടുകൂടി ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർത്തിയാകുകയാണ്.